എല്ലാവരും രാമ രാമ ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 Krishna Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna Krishna Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare Hare Rama Rama Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare Krishna Krishna Hare 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 Rama. ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. സമയക്കുറവുണ്ട്. രാവിലെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്തതുകൊണ്ട് ശ്രീകൃഷ്ണ അഷ്ടോത്തരത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ആഹാത്മ്യം ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിധം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. കോമളം പൂജയിൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ വാസതാം പുരതോ മമ. ശിവം ശിവതരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്കന്ദായ കാർത്തികേയായ പാർവതീനന്ദനായ ച മഹാദേവകുമാരായ ശ്രീ സുബ്രഹ്മണ്യായ തേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുവേ സർവലോകാനാം വിഷജേ ഭവരോഹിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ.
ഓം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ രമാരമണ വിശേഷ വിദ്യാമാശു പ്രയച്ഛ മേ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൈത്തുറുങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളൻ എയ്ത കണയാൽ കാൽക്കാർവിണ്ട ദിനം വരെ കണ്ണൻ കപടഗോപാലൻ കൈവല്യാംബുഘനാഥനം ചെയ്ത കർമ്മങ്ങളൊക്കെയും ജഗന്മോഹന മോഹനം. ഓം തത്സത്. ഓം. ശ്രീകൃഷ്ണ ധ്യാന ശ്ലോകത്തോടുകൂടി ഇന്നത്തെ ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യ പാരായണം ആരംഭിക്കാം. ഓം കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മനാ കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്ത്യഹം കൃഷ്ണേ ഭക്തിരജഞ്ജലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീകൃഷ്ണ കമലാനാഥോ വാസുദേവ സനാതന വസുദേവാത്മജ പുണ്യോ ലീലാമാനുഷ വിഗ്രഹ ശ്രീവത്സ കൗസ്തുഭധരോ യശോദാവത്സലോ ഹരി ചതുർഭുജാത ചക്രാസി ഗദാശങ്കാദ്യുധായുധ ദേവകീ നന്ദന ശ്രീശോ നന്ദഗോപപ്രിയാത്മജ യമുനാ വേഗ സംഹാരി ബലഭദ്ര പ്രിയാനുജ ജീവിതഹര ശകടാസുര ഭഞ്ജന നന്ദപ്രജനാനന്ദി സച്ചിദാനന്ദ വിഗ്രഹ നവനീതവലിത്താംഗോ നവനീതനോ നഗ നവനീതനവാഹാരോ മുജുകുന്ദ പ്രസാദക ഷോഡശസ്ത്രീ സഹസ്രേശ ത്രിഭംഗീ മധുരാകൃതി ശുഗവാഗമൃതാബ്ദീന്ദു ഗോവിന്ദോ യോഗിനാംബതി വത്സവാട ശരോനന്ദോ ധേനുകാസുരമർദ്ദന തൃണീകൃതൃണാമക്തോ യമളാർജുന ഭഞ്ജന ഉത്താലതാളഭേത്രാഞ്ച കമാലശ്യാമളാകൃതി ഗോപഗോപീശ്വരോ യോഗി കോടിസൂര്യ സമപ്രഭ വിലാപതി പരം ജ്യോതി യാദവേന്ദ്രോ യദുദ്വഹ വനമാലീ പീതവാസ പാരിജാതാപഹാരക ഗോവർദ്ധനാചലോദർത്ത ഗോപാല സർവപാലക അജോ നിരഞ്ജന കാമ ജനഗത്തഞ്ജലോചന മധുഹാ മധുരാനാഥോ ദ്വാരകാനായകോ ബലി വൃന്ദാവനാഥ സഞ്ചാരി തുളസീദാമഭൂഷണ ശമന്തകമണീർഭദ്ര നരനാരായണാത്മക കുബ്ജാകൃഷ്ടാംബരധരോ മായി പരമപൂരുഷ പുഷ്ടികാസുരചാണൂര മല്ലയുദ്ധ വിശാരദ സംസാരവൈരി കംസാരി മുരാരിർനരകാന്തക അനാദി ബ്രഹ്മചാരീജ കൃഷ്ണാവചനകർഷക ശിശുപാല ശിരശ്ചേത ദുര്യോധന കുലാന്തക വിതുരാക്രൂരവരദോ വിശ്വരൂപ പ്രദർശക സത്യവാക് സത്യസങ്കൽപ്പ സത്യഭാമാരദോജീ സുഭദ്രാ പൂർവജോ ജിഷ്ണു ഭീഷ്മമുക്തി പ്രദായക ജഗൽഗുരു ജഗന്നാഥോ വേണുനാഥ വിശാരദ വൃഷഭാസുര വിധ്വംസി ബാണാസുര കരാന്തക യുധിഷ്ഠിര പ്രതിഷ്ഠാത ബർഹിർബർഹാവദംസക പാർത്ഥസാരഥിരവ്യക്തോ ഗീതാമൃതമഹോദതി കാളിയപ്പണ മാണിക്യ രഞ്ജിത ശ്രീപദാംബുജ ദാമോദരോ യജ്ഞഭോക്ത ദാനവേന്ദ്ര വിനാശക നാരായണ പരം ബ്രഹ്മ പന്നകാശന വാഹന ജലക്രീഡാ സമാസക്ത ഗോപീവസ്ത്രാപഹാരക പുണ്യശ്ലോക തീർത്ഥപാദോ വേദവേദ്യോ ദയാനിധി സർവതീർത്ഥാത്മക സർവഗ്രഹരൂപീ പരാത്പര സർവതീർത്ഥാത്മക സർവഗ്രഹരൂപീ പരാത്പര ഏവം ശ്രീകൃഷ്ണദേവസ്യ നാമ്നാമഷ്ടോത്തരം ശതം
സർവസിദ്ധിപ്രദാതാരം സർവമൃത്യുനിവാരണം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. സകലരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യത്തോടുകൂടി നമുക്ക് സപ്താഹം ആരംഭിക്കാം. നാളെ രാവിലെ 6 മണിക്കാണ് വിഷ്ണു സഹസ്രനാമത്തോടുകൂടി ശ്രീമദ് സഹസ്രനാമ സപ്താഹം ശ്രീമദ് മഹാഭാഗവത സപ്താഹം ആരംഭിക്കുന്നത്. അതിനു മുന്നോടിയായിട്ട് എന്താണ് ഭാഗവതം, എന്തിനാണ് ഭാഗവതം പാരായണം ചെയ്യുന്നത്, എന്താണ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം എന്നറിയുവാനാണ് ആദ്യത്തെ നാൾ ശ്രീമദ് മഹാഭാഗവത മാഹാത്മ്യം എന്ന് പറഞ്ഞിട്ട് വച്ചിട്ടുള്ളത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പിറന്നാളാണ് സെപ്റ്റംബർ 11. അന്ന് ഉച്ചയ്ക്ക് ആ പിറന്നാൾ ആഘോഷത്തോടുകൂടി സപ്താഹം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്ന മാതിരിയാണ് എല്ലാ വർഷവും നമ്മൾ സപ്താഹം ആരംഭിക്കാറ്. നാളെ രാവിലെ മുതൽ അടുത്ത 11-ാം തീയതി വെള്ളിയാഴ്ച ഉച്ചവരെയാണ് സപ്താഹ പാരായണം. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് സമയം. എന്നാലും അല്പസ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും അവതാര ദിവസങ്ങളൊക്കെ കുറച്ച് കടന്നു പോകുവാൻ സാധ്യതയുണ്ട്. എല്ലാവരും എല്ലാ വിധത്തിലും ഈ സപ്താഹത്തിൽ പങ്കുചേരണം എന്ന് പറയുകയാണ്. ഭഗവാന്റെ സപ്താഹത്തിന് വളരെയേറെ മഹത്വമുണ്ട്. ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം 1000 നാവുള്ള അനന്തനും കൂടി പറഞ്ഞാൽ തീരില്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്കും മഹത്വമേറിയതാണ് ശ്രീമദ് മഹാഭാഗവതം. പത്മപുരാണത്തിലാണ് ശ്രീമദ് മഹാത്മ്യത്തെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം 6 അധ്യായങ്ങളിലായിട്ട് 500-ലധികം ശ്ലോകങ്ങളിൽ ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞിരിക്കുകയാണ്. ശ്രീമദ് മഹാഭാഗവതം ഒരു 2 വരിയിൽ പറയുകയാണെങ്കിൽ ശ്രീമദ് മഹാഭാഗവതം എന്തിനാണ് പാരായണം, അല്ലെങ്കിൽ എന്താണ് ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ പുണ്യം എന്ന് പറഞ്ഞാൽ, ശ്രീമദ് മഹാഭാഗവതം ആ കൃഷ്ണൻ്റെ തന്നെ പ്രത്യക്ഷ സ്വരൂപമാണ് ശ്രീമദ് മഹാഭാഗവതം. ഏതൊന്നും അറിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ലോകത്ത് വേറെ ഒന്നും അറിയേണ്ടതായിട്ടില്ലയോ. ഏതൊരു അറിവാണോ പൂർണ്ണത്വത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. അറിയാനായിട്ട് വേറെ ഒന്നുമില്ല. എല്ലാം പൂർത്തീകരിച്ചിട്ടുള്ള അറിവ്, മറ്റുള്ള എല്ലാ അറിവും നമുക്ക് അറിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് മുന്നേറിക്കൊണ്ടിരിക്കും. പിന്നീട് അതിൽ ഒരുപാട് അറിയാനുണ്ടാകും. ഏതൊരു വിഭാഗം നമ്മുടെ പഠനത്തിലെടുത്താലും, നമ്മുടെ ലോക പഠനത്തിൽ ഏതൊരു കാര്യത്തിനും വീണ്ടും 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 പഠിച്ചാൽ തീരാത്തത്ര വീണ്ടും പഠിക്കാനുണ്ടാകും. എന്നാൽ ഭാഗവതത്തിൻ്റെ അറിവ് നേടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് അറിയേണ്ടതായിട്ട് ഒന്നുമില്ല. ഏതാണോ നാം അറിയുന്നത് നാം അതുതന്നെ ആയിത്തീരുക എന്നതാണ് ഭാഗവതത്തിൻ്റെ മഹാത്മ്യം. വേറെ ഒരു കാര്യം പഠിച്ചാലും, ലൗകികമായി നമ്മൾ കാണുന്ന ഏതൊരു ശാസ്ത്രം പഠിച്ചാലും നമ്മൾ ആ ശാസ്ത്രമായി തീരുകയില്ല. എന്നാൽ ഭാഗവതം പഠിച്ചാൽ നാം ഭാഗവതരായി തീരും, ഭാഗവതമേ ആയി തീരും. കൃഷ്ണ ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമായിട്ടുള്ള ആ ഭാഗവതത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ നാമും ആ ഭഗവാനായി തീരും എന്നുള്ളതാണ് മഹത്വം. വിഷ്ണു ഭഗവാന്റെ മഹത്വമേ ഭഗവാൻ നമ്മെ ആ ഭഗവാനാക്കി തീർക്കുന്നു എന്നാണ്. യഥാർത്ഥമായിട്ട് ആ ഭഗവാനെ നാം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനായി തീരും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭഗവാനെ പാർഷദന്മാർക്കെല്ലാം ഭഗവാൻ സ്വരൂപം നൽകി അനുഗ്രഹിക്കുകയാണ്. ബാക്കി എന്ത് ലൗകിക കാര്യങ്ങൾ ചെയ്താലും അതിൻ്റെ പുണ്യങ്ങളും പാപങ്ങൾക്കും അനുസരിച്ച് സ്വർഗപ്രാപ്തിയും വീണ്ടും ജന്മവും ഒക്കെ ഉണ്ടാകും. എന്നാൽ ഭാഗവതത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ, യഥാർത്ഥമായ ആ ജ്ഞാനം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും അറിയേണ്ടതായിട്ട് ഈ ലോകത്തില്ല. അതുമാതാണ് പരമമായ അറിവ് എന്നാണ് പറയപ്പെടുന്നത്, ആചാര്യന്മാർ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഭാഗവതം അറിഞ്ഞാൽ പിന്നെ മരണത്തെ നാം ഭയക്കുകയില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണത്തെ കടന്നിട്ടുള്ള ഒരു പ്രാപ്തി ഭാഗവതം നമുക്ക് ഭാഗവതത്തിലൂടെ നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് വേറെ മുഖ്യമായ ഒരു ഇത്. ശ്രീ പരീക്ഷിത് മഹാരാജാവിന് 7 ദിവസം കൊണ്ട് മരണമുണ്ടാകും എന്ന് ശാപം ലഭിച്ചപ്പോൾ അദ്ദേഹം സന്തോഷിക്കുകയാണ് ചെയ്തത്. ആ 7 ദിവസം കൊണ്ട് തനിക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുമല്ലോ എന്ന് കരുതി യാദൃച്ഛികമായിട്ട് അവിടെ എത്തിച്ചേർന്ന ശുഖബ്രഹ്മർഷി അദ്ദേഹത്തിന് ശ്രീമദ് മഹാഭാഗവതം ഉപദേശിക്കുകയും 7-ാം നാൾ അദ്ദേഹം
എന്നെ തക്ഷകൻ വന്ന് കഴിച്ചുകൊള്ളട്ടെ, മരണത്തിന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, ഞാൻ മരണവും അതിജീവിച്ചിട്ട് അതിന് മേലെയുള്ള ഒരു ഇതിലെത്തിയിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അതുമാതിരി ശ്രീമദ് മഹാഭാഗവതം പാരായണം ചെയ്ത് അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് മരണം എന്നത് ആ ഭാഗവതം പഠിച്ചവർക്ക് ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. ശരീരത്തിന് മരണമുണ്ടാകും, എന്നാൽ ആത്മാവ് ആ ഭഗവാനിൽ ലയിക്കുന്നതിനാൽ ആ പരമമായ പദവിയിൽ അവരെത്തുകയും അവർക്ക് മരണഭയം ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നുമാണ് പറയുന്നത്. അത്രയ്ക്കും മഹത്വമേറിയ ഈ ചരാചര ലോകത്ത് തന്നെ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു പുണ്യഗ്രന്ഥമാണ്. ജന്മാന്തര എത്രയോ ജന്മങ്ങൾ പുണ്യം ചെയ്താലാണ് ശ്രീമദ് മഹാഭാഗവതം കയ്യിലെടുക്കുവാൻ തന്നെ സാധിക്കുക എന്നാണ് പറയുന്നത്. എത്ര തന്നെ ശ്രമിച്ചാലും നാം ശ്രമിച്ചാലും നമുക്ക് ചിലപ്പോൾ ഭാഗവതത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല. ജന്മാന്തര പുണ്യേ ലഭേ ശ്രീമദ് മഹാഭാഗവതം എന്നാണ് പറയുന്നത്. അതേമാതിരി പ്രത്യക്ഷ കൃഷ്ണ ശ്രീമദ് മഹാഭാഗവതം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി, കൃഷ്ണൻ തന്നെ തൻ്റെ ജീവൻ വെടിഞ്ഞ് ഈ ലോകം വിട്ട് സ്വധാമത്തിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ഉദ്ധവർ അവിടുന്ന് പോകരുത്, നിങ്ങൾക്ക് ഈ ലോകത്ത് അവിടുന്ന് പോയാൽ പിന്നെ ഈ ലോകം കലി ആക്രമിക്കും, ഈ ലോകത്ത് അവിടുന്ന് അല്ലാതെ വേറെ നിങ്ങൾക്ക് ആശ്രയമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽകളിൽ വീണ് കരഞ്ഞപ്പോൾ ഭഗവാൻ ഞാൻ ഈ ലോകം വിട്ടു പോകുന്നില്ല, ശ്രീമദ് മഹാഭാഗവതത്തിലേക്ക് എൻ്റെ ചൈതന്യം ഞാനിതാ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് തൻ്റെ ചൈതന്യം ഭഗവാൻ ഈ ശ്രീമദ് മഹാഭാഗവതത്തിൽ ലയിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അപ്രകാരം പുണ്യമായിട്ടുള്ള ഈ ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ മാഹാത്മ്യമാണ് ഇപ്പോൾ പാരായണം ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ എല്ലാ വർഷവും ഭാഗവത മാഹാത്മ്യം 6 അധ്യായങ്ങളിൽ പാരായണം ചെയ്തിട്ടാണ് സമർപ്പിക്കുകയാണ് പതിവ്. പക്ഷേ എല്ലാ അധ്യായവും പാരായണം ചെയ്യാമെന്ന് ആണ് കരുതുന്നത്. 6 അധ്യായം ഉള്ളതുകൊണ്ട് പാരായണം ചെയ്ത് സമർപ്പിക്കുമ്പോൾ വൈകുന്നത് കൊണ്ടാണ് ചുരുക്കി ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ മഹാത്മ്യം അല്പം പറഞ്ഞത്. വീണ്ടും പാരായണം ചെയ്ത് സമയമുണ്ടെങ്കിൽ നമുക്ക് അനുസ്മരിക്കാം. ആദ്യത്തെ 6 അധ്യായങ്ങളിൽ ആദ്യത്തെ 2-3 അധ്യായങ്ങളിലായിട്ട് ഭക്തി ജ്ഞാന വൈരാഗ്യത്തെക്കുറിച്ചുള്ള കഥയാണ്. ഈ ശ്രീമദ് കലികാലം ആരംഭിച്ചതിന് ശേഷം ഭക്തി ദേവി വളരെയേറെ ശോഷിച്ചു പോവുകയും ദക്ഷിണ സ്ഥലത്താണ് ഭക്തി ദേവിയുടെ ഉൽപ്പത്തി ഉണ്ടായത്. അതായത് ഇപ്പോഴത്തെ ഈ തമിഴ്നാടൊക്കെ ഉള്ള അങ്ങനെയുള്ള സ്ഥലത്താണ് ഭക്തി ദേവി ഉണ്ടായത്. അതിനുശേഷം ഈ ധ്രുവങ്ങളിലൂടെ പോയി മറാത്ത രാജ്യത്തിൽ പോയി ഗുജറാത്തിലെത്തുമ്പോഴേക്കും ഭക്തി ദേവി വളരെയേറെ ശോഷിക്കുകയും ഭക്തിയുടെ മക്കളായ ജ്ഞാനവൈരാഗ്യവും വളരെയധികം വിഷമാവസ്ഥയിലെത്തുകയും ഏകദേശം മരിച്ച സ്ഥിതിയിലാവുകയും ചെയ്തത്രേ. അവിടെ നിന്നും എങ്ങനെയോ സഞ്ചരിച്ച് വൃന്ദാവനത്തിലെത്തിയപ്പോൾ ഭക്തിദേവിക്ക് അല്പം ശക്തിയുണ്ടായി, യുവത്വം ലഭിച്ചു. എന്നാൽ ജ്ഞാനവൈരാഗ്യം ശോഷിച്ച് മരണത്തിന് തുല്യമായ സ്ഥിതിയിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് നാരദർ കണ്ടിട്ട് ഭക്തിദേവിയോട് എന്താണ് ഇത്, ഇങ്ങനെയാണ് ആരാണ് നിങ്ങൾ എന്ന് ഭക്തിദേവിയുടെ കരച്ചിൽ കേട്ട് നാരദർ അവിടെ എത്തിച്ചേരുകയും നാരദർ എന്താണ് ഇത്ര വിഷമം എന്ന് ചോദിച്ച് ആരാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്തുതിക്കുന്ന ഭക്തിയാണ് ഞാനിപ്പോൾ ഇങ്ങനെയുണ്ട്, എൻ്റെ മക്കളെ നോക്കൂ, ഞാൻ വളരെയേറെ വിഷമത്തിലാണ് എന്ന് പറഞ്ഞിട്ട് നാരദർ ഭക്തിദേവിയെയും ജ്ഞാനവൈരാഗ്യത്തെയും പുനരുദ്ധരീകരിക്കുവാൻ ആവുന്നത്ര ശ്രമിച്ച് ഭഗവത്ഗീത തനിക്കറിയാവുന്ന വേദങ്ങൾ എല്ലാം പറഞ്ഞു അത്രേ. എന്നിട്ടും ഭക്തിദേവിക്ക് മക്കൾക്കും ഒരു മാറ്റവും കാണാതെ ഭക്തിദേവിയുടെയും മക്കളുടെയും ജ്ഞാനവൈരാഗ്യത്തെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഭൂമി നിറയെ ചുറ്റി നടക്കുകയും കൈലാസത്തിൽ ബദരികാശ്രമത്തിലെത്തിയപ്പോൾ അവിടെ സനകാദി മുനിമാരെ കാണുകയും അവർ ഉപദേശിച്ചത് പ്രകാരം ശ്രീമദ് മഹാഭാഗവത സപ്താഹം അവിടെ നടത്തുകയും ബദരികാശ്രമത്തിൽ നടത്തുകയും അങ്ങനെ ഭക്തിദേവിക്കും മക്കൾക്കും ശക്തി ലഭിക്കുകയും അവർ വീണ്ടും പുനർജനിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ സപ്താഹത്തിന് അത്രയ്ക്കും ശക്തിയുണ്ടത്രേ. വേറെ 2-3 അധ്യായങ്ങൾ കഴിഞ്ഞ് 4-ാമത്തെയും 5-ാമത്തെയും അധ്യായത്തിൽ വളരെ ദുഷ്ടാത്മാവായ ഒരു ദുന്ദുകാരി എന്ന ഒരു പിശാച ജന്മത്തിന് ജീവിച്ചിരിക്കുമ്പോൾ വളരെയേറെ കഷ്ടതകൾ ചെയ്ത ആ ദുന്ദുകാരി അച്ഛനെയും അമ്മയെയും ദ്രോഹിച്ച ആത്മദേവൻ എന്ന അച്ഛനും ദുന്ദുബി എന്നുള്ള ഭാര്യയ്ക്കും ഉണ്ടായ ഈ പുത്രൻ
വളരെ ദുഷ്ടനായിരുന്നു. അങ്ങനെയുള്ള അവൻ മരിച്ചപ്പോൾ ഒരു പിശാചാവുകയും ഗയാശ്രാദം ചെയ്തിട്ട് പോലും മുക്തി ലഭിക്കാത്ത ആ പിശാച ജന്മത്തിന് അത് പ്രേതത്തിന് എങ്ങനെയാണ് മുക്തി ലഭിക്കുക എന്ന് ആ ഗോകർണൻ എന്ന അദ്ദേഹത്തിൻ്റെ സഹോദരൻ ശ്രമിച്ചിട്ട് സപ്താഹത്തിലൂടെയാണ് മുക്തി ലഭിക്കുക എന്ന് അശരീരി കേൾക്കുകയും അങ്ങനെ ഒരു സപ്താഹം നടത്തിയിട്ട് ഈ പിശാചായിട്ടുള്ള ദുർഗാരിക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്തു അത്രേ. അപ്പോൾ അവിടെ നിന്ന് വളരെ മഹാത്മാക്കളൊക്കെ സപ്താഹം നടക്കുന്നു എന്ന് കേട്ടിട്ട് ദൂരദേശത്ത് നിന്ന് പോലും വളരെ വലിയ വലിയ മഹാത്മാക്കൾ വന്ന് ഈ ദുർഗാരിയുടെ മോചനത്തിനായിട്ടുള്ള സപ്താഹത്തിനുണ്ടായിരുന്നു അത്രേ. എന്നാൽ ആർക്കും ലഭിക്കാത്ത മാതിരി 7-ാം ദിവസം ആകാശത്തു നിന്നും വിമാനം വന്ന് ഈ ദുർഗാരിക്ക് മാത്രം മോക്ഷം ലഭിക്കുകയും വിഷ്ണു സ്വരൂപനായിട്ട് വിഷ്ണു ലോകത്ത് പോവുകയും ചെയ്തു അത്രേ. അപ്പോൾ ഈ ഗോകർണൻ സപ്താഹം നടത്തിയ ഗോകർണൻ ചോദിക്കുകയാണ്, ഇത്രയും മഹാത്മാക്കളായിട്ടുള്ളവരൊക്കെ ഇവിടെയുണ്ട്, സപ്താഹം നടത്തിയ ഞാൻ തന്നെയുണ്ട്, എനിക്കും മറ്റുള്ളവർക്കും ഒന്നും ലഭിക്കാത്ത ഈ ഭാഗ്യം എന്തുകൊണ്ടാണ് ഈ പിശാചായിട്ടുള്ള ഇത്രയും ഘോര തെറ്റു ചെയ്ത ഈ ദുർഗാരിക്ക് ലഭിച്ചത് എന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ ആ വിഷ്ണു പാർഷദന്മാർ പറയുകയാണ്, എല്ലാവരും കേട്ടു, പക്ഷേ ദുർഗാരി വളരെ ശ്രദ്ധയോടുകൂടി മനനം ചെയ്തുകൊണ്ട് കേട്ടു. അങ്ങനെ മനനം ചെയ്ത് കേൾക്കുന്നവർക്ക് ആത്മാർത്ഥമായിട്ട് ഉള്ളൊരുകി ആ ഭഗവാനെ ഒരു പ്രാവശ്യം എങ്കിലും വിളിച്ചാൽ മതി അത്രേ, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് ആ സ്വരൂപം നൽകും എന്നാണ് പറയുന്നത്. ദുർഗാരി വളരെയേറെ മനസ്സോടുകൂടി ഉള്ളുരുകി ഓരോ ദിവസവും കേൾക്കുന്നതൊക്കെ മനനം ചെയ്തുകൊണ്ട് കേട്ടു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചതും നിങ്ങൾക്കാർക്കും മോക്ഷം ലഭിക്കാഞ്ഞതും എന്ന് പറഞ്ഞിട്ട് ഗോകർണൻ വീണ്ടും ഒരു സപ്താഹം വളരെ ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ആ കേൾക്കുന്നവരും മനനം ചെയ്തുകൊണ്ട് കേട്ട് അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും മോക്ഷം ലഭിച്ചു എന്നാണ് പറയുന്നത്. മോക്ഷം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഈ ജനന മരണ സംസാര ചക്രത്തിൽ നിന്നും മുക്തി നേടുക, എപ്പോഴും ആ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ പാർഷദന്മാരായിട്ട് ഭഗവത് സ്വരൂപികളായിട്ട് ഉണ്ടാവുക എന്നതാണ് മോക്ഷം എന്ന് പറയുന്നത് കൊണ്ടുള്ള അർത്ഥം കൊണ്ട് മനസ്സിലാക്കുന്നത്. 6-ാമത്തെ അധ്യായത്തിൽ എപ്രകാരമാണ് സപ്താഹം നടത്തേണ്ടത്, എന്തൊക്കെയാണ് സപ്താഹ വിധികൾ, എന്തുകൊണ്ടാണ് സപ്താഹം 7 ദിവസം കൊണ്ട് നടത്തുന്നത് എന്നൊക്കെയാണ് പരാമർശിക്കുന്നത്. 7 ദിവസം കൊണ്ട് നടത്താൻ കാരണം ഒരുപാട് ദിവസങ്ങൾ നടത്തുമ്പോൾ വ്രതത്തോടുകൂടി വളരെയേറെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതാണ് ഭഗവത് ശ്രീമദ് മഹാഭാഗവതം 7 ദിവസം കൊണ്ട് പാരായണം ചെയ്യുന്നത്. 7 ദിവസം കൊണ്ട് പാരായണം ചെയ്ത ഏറ്റവും ചുരുങ്ങിയ സമയമാണ് 7 ദിവസം. അധിക ദിവസമാകുമ്പോൾ നമ്മൾ ലൗകിക ജനങ്ങൾക്ക് ആ വ്രതശുദ്ധിയും മറ്റും പാലിക്കുവാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് 7 ദിവസം കൊണ്ട് പാരായണം ചെയ്ത് സമർപ്പിച്ചാൽ ആ ഏറ്റവും ചുരുങ്ങിയ സമയത്ത് നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി അത് കേൾക്കുവാനും ജനങ്ങൾക്ക് അത് കേൾക്കുവാനുള്ള ക്ഷമയും ഉണ്ടാകും. അതുകൊണ്ടാണ് 7 ദിവസം കൊണ്ട് പാരായണം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ 6 അധ്യായങ്ങളിലായിട്ട് ഓരോ അധ്യായവും ഏകദേശം 100 ശ്ലോകത്തോളം ഒക്കെ ഉണ്ട്. അങ്ങനെ 6 അധ്യായങ്ങളിലായിട്ട് ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം പാരായണം ചെയ്തിട്ട് നമുക്ക് ഇന്ന് ഇവിടെ പാരായണം ചെയ്തിട്ട് ഭാഗവത മഹാത്മ്യം പാരായണം ചെയ്ത് പിന്നീട് നമുക്ക് സമയമുണ്ടെങ്കിൽ അനുസ്മരിക്കാം. ഇന്ന് അതിനുശേഷം വിഷ്ണു ഭുജംഗ പ്രയാഗവും ശ്രീകൃഷ്ണ മംഗള സ്തോത്രവും ചെയ്ത് ഭഗവാന് ഇന്നത്തെ പാരായണം സമർപ്പിച്ചിട്ട് നാളെ രാവിലെ 6 മണി മുതൽ ശ്രീകൃഷ്ണ അഷ്ടോത്തരം സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം പിന്നീട് ശ്രീകൃഷ്ണ അഷ്ടോത്തരത്തോട് കൂടിയിട്ട് ശ്രീമദ് മഹാഭാഗവതം നാളെ നമുക്ക് ആരംഭിക്കാം. എല്ലാവരും 7 ദിവസവും ശ്രീമദ് മഹാഭാഗവത സപ്താഹത്തിൽ പങ്കെടുത്ത് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ പ്രാർത്ഥനാ ശ്ലോകങ്ങൾ അഷ്ടോത്തരത്തിന് ശേഷം നാളെ രാവിലെ എല്ലാവരും പ്രാർത്ഥന ചെയ്ത്
ഭഗവാന്റെ തൃക്കാൽക്കൽ പുഷ്പങ്ങൾ സമർപ്പിച്ചിട്ടതായിരിക്കും ഭാഗവത സപ്താഹം ആരംഭിക്കുക. എല്ലാ ദിവസവും രാവിലെ വിഷ്ണു സഹസ്രനാമം കഴിഞ്ഞ് അഷ്ടോത്തരം കഴിഞ്ഞ് ഈ പ്രാർത്ഥനാ ശ്ലോകങ്ങളോട് കൂടിയാണ് ഭാഗവതം ആരംഭിക്കുക. ഇന്ന് പുഷ്പാർച്ചനയിൽ ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം തത്സത്. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധി കർമ്മഗ്രാഹഗീതാംഗം മാം ഉദ്ധരഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി ശ്രീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഭരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായത്തെ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യത പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിംബരം തം നമാമി ഹരിംബരം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദസ്യ ദുർനയാമിതരതശ്ചാപ്യേഷ വിഘ്നസ്വരാൻ തേനേ ബ്രഹ്മഹൃദായാദികവേ മുഹ്യന്തി യത്സൂരയാ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ വൃഷാ ദാംനാസേന സദാ നിരസ്തഗോപം സത്യം വരം ധീമഹി സത്യം വരം ധീമഹി. ധർമ്മപ്രോജിതകൈതഗോത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുത്തദേത്ര പൃഥിവി ശുശ്രൂഷുഭിः തക്ഷണാത്. നിഗമകൽപ്പതരോഗണിതം ഫലം ശുഗമുഖാമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ വിഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമവേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മേതയാ തർഗോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകം അധ്യാത്മദീപമതിനിതീർഷതാം തമോദം. സംസാരിണാം കരുണയാ പുരാണഗുഹ്യം തം വ്യാസസൂനുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവേ വേദൈഃ സാംഗപദക്രമോപനിഷദേ ഗായന്തി യം സാമഗാ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരബ്രഹ്മ വാസതാം പുരതോ മമ. ഭൂതിർമഹദ്വിര ഇമാ പുരോ വിഭോ നിർമായ ശേദേദമുഷപൂരുഷ ഭുക്തി ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വജാംസി മേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.
ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ കൃതാസുതം. ശ്രീമദ് മഹാഭാഗവതം അഥ മാഹാത്മ്യം അഥ പ്രഥമോധ്യായം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്തിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. യം പ്രവൃജന്മമഭേദമഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ ധർവോ വിനേദു തം സർവഭൂതഹൃദയം മാനതോസ്മി. നൈമിഷേഷദമാസീന അഭിവാദ്യമാവൃതി കഥാന്തരസാസ്വാദ കുശലശൗനഗോബ്രവീ. ഓം ശ്രീകൃഷ്ണായ നമഃ. ശൗനകോവാച അജ്ഞാനദ്വന്ദ്വവിധ്വംസ ഓടിസൂര്യസമപ്രഭ ഉദാഖ്യാതികഥാസാരം അമക്കർണരസായനം ഭക്തിജ്ഞാനവിലാകാപ്തോ വിവേകോ വർദ്ധതേ മഹാൻ മായാമോഹനിരാസശ്ച വൈഷ്ണവേ ക്രിയതേ കഥം ഇഹ ഘോരേ കലോ പ്രായോ ജീവശ്ചാസുരതാം ഗതാം ക്ലേശക്രാന്തസ്യ തസ്യൈവ ശോധനേ കിംവരായണം ശ്രേയസാമ്യോദ്ഭവേ ശ്രേയ പാവനാനാം ച പാവനം കൃഷ്ണപ്രാപ്തികരം സസ്വ സാധനം തദ്ദുധാതുന ചിന്താമണി ലോകസുഖം സുരദ്രോ സ്വർഗസമ്പദം പ്രയച്ഛരുപ്രീതോ വൈകുണ്ഠം യോഗിദുർലഭം ഉദൗവാച പ്രീതി ശൗനകയുക്തേരേ യദോ വസ്മിചാര്യജ സർവസിദ്ധാം നിഷ്പന്നം സംസാരഭയനാശനം ഭക്തിയോഗവർദ്ധനം വെച്ച കൃഷ്ണദോഷഹേതുകം തദഹം തേ വിധാസ്യാമി ആവധാനതയാശനോ കാലവ്യാളമുഖദ്രാസനിർണാശയതവേ ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കലോകീരേണ ഭാഷിതം ഏതസ്മാദരം കിഞ്ചന്മനഃശുദ്ധേന വിദ്യതേ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത് പരീക്ഷിതേ കഥം വക്തും വായാം വംസിതേഷുകേ സുധാകുംഭം ഗീതൈവ ദേവാസ്തത്ര സമാഗമൻ ശുഭം മുക്താവദൻ സർവേ സ്വകാര്യ കുശലാസുരാം തഥാ സുധാം പ്രയച്ഛസ്വ ഗീതൈവ സുധാമിമാം ഏവം വിനിമയേയാദേ സുധാ രാജ്ഞാ പ്രമീയതാം പ്രഭാസ്യാമോ വയം സർവേ ശ്രീമദ്ഭാഗവതാമൃതം സ്വസുധാ സ്വകഥാലോകേ പുകാചം സ്വമണിർമുഖാൻ ബ്രഹ്മരാജോ ജാജീവം തഥാ ദേവാൻ യഥാസുഖ അഭക്താംസ്താം സവിജ്ഞായ ജ്ഞാനദോഷകഥാമൃതം ശ്രീമദ്ഭാഗവതീയവാർത്ത ശ്രാവണാമപി ദുർലഭ രാജ്ഞോ മോക്ഷം തഥാ വീക്ഷ്യ വിരാധാ വിസ്മിത സത്യലോകേനാം മധ്വാ ഓലയസ്സാദ്യമന്യജ പ്രഭോനിന്യാനി ജാതാനി ഗൗരവേണ ഇദമുഖ തഥാ ശിഖണോ സർവ വിസ്മയം പരമം യോ മേനിലേ ഭഗവദ്രൂപം ശാസ്ത്രം ഭാഗവതം കിലോ പഠനാശ്രവണാൽ സദ്യോ വൈകുണ്ഠപ്രദായകം സപ്താഹേന സുധം ചൈല സർവദാ മുക്തിദായകം സമഗാദ്യേവ്രാപ്തം നാരദായ ധ്യാത്രേ യദ്യപി ബ്രഹ്മസംബന്ധ സുധമേധ സുരക്ഷിണ സപ്താഹ ശ്രവണമിതി കുമാരേസ്തസ്യ ഭാഷിതാം. ശൗനകോവാച ലോകവിഗ്രഹമുക്തസ്യ നാരദസ്യ. ശ്രീ നാരദരെ കണ്ടിട്ട് പ്രണമിക്കുകയും നാരദർ തനിക്ക് സഹായത്തിനായി വന്നത് കണ്ടിട്ട് അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്നതുമാണ്. ജയതി ജഗതി മായ യസ്യകായാദവാസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ ധ്രുവപദമയാതു യത്കൃപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതോസ്മി. ബ്രഹ്മപുത്രനായിട്ടുള്ള നാരദർക്കായി നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്കും ആരംഭിക്കാം. ഈ ഒന്നാമത്തെ അധ്യായത്തിൽ ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ മഹാത്മ്യം 11-12 ശ്ലോകങ്ങളിലൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ശൗനകാദികൾ സൂതമഹാദേവനോട് ഒരു സത്രം നടത്തുമ്പോൾ പ്രാർത്ഥിച്ചത് പ്രകാരം ശൂത മഹാമുനി അവർക്ക് ശൗനകാദികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന മാതിരി പരീക്ഷത്തിന് ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ സൂതപൗരാണികനും ഉണ്ടായിരുന്നു. ആ സൂതപൗരാണികൻ ആ കഥ കേട്ട് മനനം ചെയ്ത് ആ കഥ തനിക്ക് ശുഖബ്രഹ്മർഷി പറയുമ്പോൾ കേട്ടതായിട്ടുള്ള ആ കഥ ഇവിടെ
ശൗനകാദികൾക്ക് കലിദോഷത്തിൽ നിന്നും മാറുവാൻ വേണ്ടി, കലിദോഷത്തിൽ നിന്നും അകലുവാൻ വേണ്ടി, ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പറയുകയാണ്. കലിദോഷം തീരാൻ വേണ്ടി 1000 വർഷം നീണ്ടു നിൽക്കുന്ന സത്രം ശൗനകാദികൾ ആരംഭിച്ചതായിരുന്നു. അവിടെ യാദൃച്ഛികമായി സൂതപൗരാണികൻ എത്തിച്ചേരുകയും അദ്ദേഹം ശൗനകാദികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ്. ഈ 11ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്: ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലോകീരേണ ഭാഷിതം. ഈ കലികാലത്തുള്ള എല്ലാവിധ ദോഷങ്ങളും, സർവവിധമായ അസ്വസ്ഥതകളും കഷ്ടതകളും ഒക്കെ നീക്കുവാൻ, കാലം കൊണ്ടുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും നീക്കുവാൻ ശ്രീമദ് മഹാഭാഗവത ശാസ്ത്രം കലോകീരേണ ഭാഷിതം. ഈ ശ്രീമദ് മഹാഭാഗവത ശാസ്ത്രമല്ലാതെ വേറെ ഒന്നുമില്ല. 12ാമത്തെ ശ്ലോകം: മനഃശുദ്ധീന വിദ്യതേ ജന്മാന്തരേ ഭവത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. ജന്മാന്തര പുണ്യം കൊണ്ട് മാത്രമേ ഭാഗവതം ലഭിക്കുകയുള്ളൂ. ഭാഗവതം എടുക്കാൻ തോന്നണമെങ്കിൽ തന്നെ ജന്മാന്തര പുണ്യങ്ങൾ വേണം എന്നാണ് പറയുന്നത്. ഭാഗവതം കേൾക്കുക എന്നുള്ളത് എത്രയും പുണ്യമാണത്രേ. ശുശ്രൂഷുപി തക്ഷണ, കേട്ടാൽ ഉടനെ അത് കേൾക്കേണ്ടമാതിരി കേൾക്കണം. ഇതിലെ കേട്ട് അതിൽ വിടുന്നമാതിരിയല്ല പറയുന്നത്. ശരിയായ കേൾവി, ആ കേട്ട നിമിഷം തന്നെ ആ പുണ്യപുമാനിലേക്ക്, ആ ഭഗവാനിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കും. തക്ഷണ എന്നാണ് പറയുന്നത്. ശുശ്രൂഷുപി തക്ഷണ. പരീക്ഷിത്ത് പ്രകാരം സുഖബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കാൻ നോക്കുമ്പോൾ ദേവന്മാരൊക്കെ അമൃതം കൊണ്ട് ഓടി അവിടെ വന്നു അത്രേ. അതാണ് ഈ ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്: ഇതാ ഈ കഥാസുഖം, ഈ സുഖം നിങ്ങൾ എടുത്തുകൊണ്ടു, അമൃതം എടുത്തുകൊണ്ടു ഞങ്ങൾക്ക് ഭാഗവതം നൽകൂ. പരീക്ഷിത്ത് മരിക്കാൻ പാടില്ല എന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഈ അമൃതം കഴിച്ചാൽ അമരത്വം ലഭിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മരിക്കും എന്നുള്ള ഭയം വേണ്ട. അതുകൊണ്ട് ഈ അമൃതം എടുത്ത് നിങ്ങൾ പരീക്ഷത്തിന് കൊടുക്കൂ, ഞങ്ങൾക്ക് ഈ ഭാഗവതം നൽകൂ എന്ന് പറയുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്: ഞങ്ങൾക്ക് അമൃത് ലഭിച്ചിട്ടുള്ള മരണമില്ലാത്ത ആ അമരത്വം ആവശ്യമില്ല, ഞങ്ങൾക്ക് ശ്രീമദ് മഹാഭാഗവതം മതി. ആ ഭാഗവതം ഞങ്ങളെ ഭഗവാനിലേക്ക് ഉയർത്തും. നിങ്ങൾക്ക് നിത്യമായിട്ടുള്ള ആ ഭഗവത് പദം, ഭഗവാന്റെ തൃക്കാൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മരാജോ വിചാരീവം തഥാ ദേവാൻ ജഹാസഹ. 16ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്: കൊസുത, എവിടെയുണ്ട് ഈ അമൃത്, എവിടെയുണ്ട് ഈ ലോകം, എന്തിന് സ്വർണം, എന്തിനീ മണി, നമുക്ക് ഈ ഭഗവാന്റെ പീയൂഷം, ഭഗവത് കഥയാകുന്ന ഈ ശ്രീമദ് മഹാഭാഗവതം മാത്രം മതി എന്ന് പറയുകയാണ്. ശ്രീമദ് മഹാഭാഗവതം ഇന്നാൾക്ക് എന്നില്ല, വലിയവർക്കും ചെറിയവർക്കും പാരായണം ചെയ്യാം. വലിയവരെയും ഉയർത്തും, ചെറിയവരെയും ഉയർത്തും. പെണ്ണ് ആണ് എന്നില്ല, വയസ്സായവർ, ചെറിയ വയസ്സ് ഇല്ലാത്തവർ എന്നില്ല, എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹം നൽകുന്നതാണ് ശ്രീമദ് മഹാഭാഗവതം. നമുക്ക് കാണാം, ധ്രുവനും പ്രഹ്ലാദനും ഒക്കെ 5ഉം 10ഉം വയസ്സുള്ള കുട്ടികൾ മോക്ഷം നേടിയ കഥ, അതേമാതിരി പ്രായമായ ഗൺഭാഗന്റെ കഥ, പെണ്ണായിട്ടുള്ള പണക്കാരനായിട്ടുള്ള അംബരീഷിൻ്റെ കഥ, ഏറ്റവും ദരിദ്രനായിട്ടുള്ള കുചേലൻ്റെ കഥ ഒക്കെ ഈ ശ്രീമദ് മഹാഭാഗവതത്തിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഭഗവാന്റെ ലയിക്കുവാൻ വേണ്ടി, ഭഗവാനിലേക്ക് ഉയരാൻ വേണ്ടി ഭഗവത് സ്മരണം മാത്രം മതിയെന്ന് 2ാമത്തെ അധ്യായം പാരായണം ചെയ്യുന്നുണ്ട്. 6 അധ്യായമുണ്ട്, അതുകൊണ്ടാണ് ചുരുക്കി മാത്രം അർത്ഥം പറയുന്നത്. സതതം പ്രാണതോധിക തയാ ഭഗവാൻ യാതിനീജഗൃഹേശ്വരി സത്യാദിത്രേകേ ബോധവൈരാഗ്യമുക്തിസാധകോ കരോതു കേവല ഭക്തിം ധർമ്മസായുജ്യകാരിണീ ഇതി നിശ്ചിത്യ ചിദ്രുവ ശത്രുവം സസസ്യഃ പരമാനന്ദനിർമുക്തി സുന്ദരീം കൃഷ്ണവല്ലഭ വിദ്യാഞ്ജലീം ത്വയാ പൃഷ്ടം കിം കരോമി ചൈകിട ത്വം തദാജ്ഞായ ആജ്ഞാപയത് വിഷ്ണോ മദ്ഭക്തം പോഷയേതി ച. ഓം ശ്രീകൃഷ്ണായ നമഃ. അംഗീകൃതംഗയാ തദ്വൈ പ്രസന്നോ ബുദ്ധരിസ്ഥിത മുക്തിം ദാസിന്ദതോ ജ്ഞാനവൈരാഗ്യകാവിമോ പോഷണം ശേനരൂപേണ വൈകുണ്ഠേത്വം കരോഷി വിഭൂഷായ ഛായാരൂപതയാകൃതം ബുദ്ധിജ്ഞാനം വിരക്തിഞ്ച സാധിത്വാ ഗദാ ഭുവി കൃത്വാദിദാപരസ്യാന്ത മഹാനന്ദേന സംസ്ഥിത
കലോ മുക്തി ശയം പ്രാപ്തപാഠമയപീഡിതം തദായാഗദാശീനം വൈകുണ്ഠം പുനരേവസ തദ്വിദിതാസരേ ജീവോ ഭവിഷ്യന്തി കലാനി വാ പാപിനോ വിഗമിഷ്യന്തി നിർഭയം കൃഷ്ണമന്ദിരം യേഷാം ചിത്തേ വസേ ഭക്തി സമുദാ പ്രേമരൂപിണി നദേ പശ്യന്തി കീനാസന്തസ്മേഭ്യമലമുക്തയാ ന പ്രേതോ ന വിഷാദോ വാ രാക്ഷസോ വാസുരോപി വാ ഭക്തിയുക്തമനസ്കാന സ്പർശനേ ന പ്രഭുർഭവേ ന തപോഭ്യം വേദൈശ്ചാന ജ്ഞാനേനാപി കർമ്മണ അരിന്ധി സാധ്യതേ ഭക്ത്യാ പ്രമാണം തത്ര ഗോപികാ ജന്മ സഹസ്രേണ ഭക്തപ്രീതിഹി ജായിനി കലോ ഭക്തി ഭക്ത്യാ കൃഷ്ണ പുരസ്ഥിത ഭക്തിദ്രോഹകരായേ ചതേ സീനന്തി ജഗത്തേ ദുർവാസാ ദുഃഖമാവന്ന പുരാഭക്തവിനിന്ദക അലം ഹൃദയരലം യോഗീരലം മകൈ അലം ജ്ഞാനകഥാലാവേ ഭക്തിരേകമുക്തിത സൂതൗവാച ഇതി നാരദനിർദീനം സമഹാത്മ്യം സർവാംഗകുറ്റസംയുക്ത നാരദാം വാക്യമബ്രവീ ഭക്തിരുവാച അഹോ നാരദ ധന്യോസി ഹൃദയസേ വൈനിശ്ചല ന കഥാദീർഘം ജാമി ചിത്തേസ്യാസ്യാമി സർവദാ യോഗാനുനാഥയാ സാധോ മധ്വാദം സചന പുത്രയോഗസ്യേകനാ നാസ്തി തദോ ബോധയ സൂതോവാച തസ്യാവത സമാഗമ്യ കാരുണ്യനാരദോ മോദനമാലേ കരാഗ്രേണ വിമുക്തയൻ മുഖം സംയോജ്യ കർണാദേ ശബ്ദസംഖ്യേ സംയുക്തന സ്നാനം പൂജ്യദാശിക്കണ്ടേ വൈരാഗ്യപ്രബുദ്ധ്യത വേദവേദാന്തഘോഷേ സംഗീത പാടേ മുഹൂർത്തമാനോദാത്തേന കഥഞ്ചിത്യോക്തിദബല നേത്രൈരവലോകൻ ഗോപ്യം ബന്ധുസാന സാംഭോ ഭഗവത്പ്രതിലോകമായ ശുദ്ധകാഷ്ടസമാംഗഭോ ശുദ്ധാമോദോ നിരീക്ഷേവ പുനഃസ്വാപരായണം വിഷയചിന്താവലോചന കിമിജയം മയേപിച്ച അഹോ നിദ്രാഗതമ്യാദി ഉദ്ഗത്തതി മഹത്തരം ചിന്തയന്നിധി ഗോവിന്ദ സ്മരയാമാസ ഭാർഗവ തമവാണി തദേവാബുർമാം ശക്തിക്കിച്ഛതാമിതി ഉദ്യമസഫലസ്തേയം ഭവിഷ്യതിന സംശയ യദത്തന്ത സത്യമാ സുരക്ഷേത്രം സമാജന തത്തേ കർമാവിദാസിന്റെ സാധവസാധുഭൂഷണ സത്കർമ്മണി വിരേതസ്മിൻ സരിന്ദ്ര വൃദ്ധതാനിയോ ഗമിഷനിഷണാ ഭക്തി സൗദപ്രസരിഷ്യതി വിദ്യാകാശവദസ്പഷ്ടം തത്സർവൈരപീശ്വരൻ നാരദോ വിസ്മയം ദേവി ഏതം നാദമിതി കുറുവൻ ഓം ശ്രീകൃഷ്ണായ നമഃ നാരദോവാച അനയാ ആകാശവാണ്യാവേയോപ്യത്വേന നിരപ്പിലും കിംവ തത്സാധനം കാര്യം യേന കാര്യം ഭവേത്തയോ കോ ഭവിഷ്യന്തി സന്തസ്തേ കഥം താസന്തി സാധനം മയാ ത്രയം വദന്തവ്യം യദുക്തം വ്യോമഭാഷയാ സൂതോവാച തത്തോ വിസംസ്ഥാപ്യ നിർഗതോ നാരദോ മുനികീർത്തം തീർത്ഥം വിനിഷ്കമ്യ ജന്മാകീർണീശ്വരാ വൃത്താന്തസ്മീതി സർവേ കിം നിശ്ചിത്യ ദ്യോത്യതേ അസത്യം കേന കോജുനേയമിരിചാപരേ മുഗീബുധാസ്തദാ നേതോക്രിയം വസ്തുഫലായിനാഹാകാരോ മാനാസി ത്രൈലോക്യേ വിസ്മയാവഹ വേദവേദാന്തഘോഷേ ച ഗീതാ പാഠേ വിഭൂതിതം ഭക്തിജ്ഞാനവിരാഗാണാം നാടവിദ്യത്രികം യഥാ ഉപായോ നാവലോസ്തിദേ കർമ്മേ ജഗന്യനാ യോഗിനാനാഥേനാപി സ്വയം ജ്ഞായതേത്രിയ തദ്ഗതം ശക്യതേ വക്തും വിദൈരൈരിയോ മാനുഷേ ഏവം ശിവനേ പുത്രേ നിർണീയോക്തം ദുരാസതം തദച്ചിദാതരോ സദാ ബദരീവനമാനദാ തപസ്സരാമി തത്രകേ തദർത്ഥം കൃതനിഷ്ഠയാ താവദ്ദർശ പുരദ സനകാകേ വനം ഈശ്വര കൂടിസൂര്യ സമാഭാസനുവാചമുനി സത്തമാ നാരദവാച ഇദാനീ ഭൂരിഭാഗേന ഭവദ്ഭിः സംഗമോ ഭവത് കുമാരാഹുതാ ശീഘ്രം കൃപാം ചത്വ മമോപരി ഭവന്തോ യോഗേന സർവേ ബുദ്ധിമന്തോ ബൃഹസ്സുതാ പഞ്ചമായ സംയുക്ത ഭുവേഷാമപി പൂർവജാനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. 76ാമത്തെ ശ്ലോകം. ഭാഗ്യോദയേന ബഹുജന്മ സമാധിതേന സത്സംഗമം ചലപതേ പുരുഷോ യഥാവി. അത്രയ്ക്കും മഹത്തായ ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം പല ജന്മം, ബഹുജന്മം, ഒരുപാട് ജന്മത്തിൻ്റെ പുണ്യങ്ങൾ ചേർത്ത് വെച്ചാലേ സത്സംഗമം ലഭിക്കുകയുള്ളൂ എന്ന് നാരദർ പറയുകയാണ്. ഇവിടെ നാരദർക്ക് സത്സംഗമം ഉണ്ടായിരുന്നത് സനകാദി മുനിമാരോടാണ്. നാരദർക്കാണ് ആദ്യം ഭഗവാൻ ബ്രഹ്മാവിനെ പറഞ്ഞു കൊടുത്തു. ഭഗവാൻ തന്നെ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് ശ്രീമദ് മഹാഭാഗവതം കേട്ടു. ആ ബ്രഹ്മാവ് തൻ്റെ ആത്മപുത്രനായ നാരദർക്ക് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തു. നാരദരുടെ ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് ഭഗവാൻ തന്നെ അത് കേട്ടു. പിന്നീട് നാരദരാണ്
അത് വ്യാസമുനിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്രകാരമുള്ള നാരദർ ഭക്തിജ്ഞാന വൈരാഗ്യത്തെ ബുദ്ധിപ്പിക്കുവാൻ വേണ്ടി ലോകം മുഴുവൻ നടന്ന് തനിക്കറിയാവുന്ന സർവ്വവേദങ്ങളും ഒക്കെ പറഞ്ഞിട്ടും ഭഗവത്ഗീത പാരായണം ചെയ്തിട്ടും പല വിധത്തിലും ശ്രമിച്ചു. പക്ഷേ ഭക്തിജ്ഞാന വൈരാഗ്യത്തെ ഉദ്ധരിപ്പിക്കുവാൻ സാധിച്ചില്ല. ഒടുവിലാണ് തിരിഞ്ഞ് ഒരു അശരീരി വാക്ക് കേട്ടു. അശരീരി വാക്ക് പ്രകാരം അന്വേഷിച്ച് നടന്നു. എല്ലാവരും മുനിമാരൊക്കെ നാരദർക്കറിയാത്തത് നമുക്കറിയുമോ എന്ന് ആശ്ചര്യം പ്രകടിപ്പിച്ചു. അത്രേ ഒടുവിൽ ബദരികാശ്രമത്തിൽ സനകാദികൾ എന്ന് പറയുന്നത് 5 വയസ്സ് മാത്രം, എപ്പോഴും 5 വയസ്സ് അവർക്കുണ്ടാവുക. സനാതനൻ, സനന്ദനൻ എന്ന് പറഞ്ഞിട്ടുള്ള 4 മുനിമാർ ഭഗവാന്റെ സമീപം എപ്പോഴും ഉണ്ടായിരിക്കും. ചെറിയ കുട്ടികൾ മാതിരിയായി ഉണ്ടാവുക. 5 വയസ്സ് പ്രായമുള്ളവർ അതീവജ്ഞാനികളാണ്. അത്രയ്ക്കും ജ്ഞാനമുള്ള അവരുടെ അടുത്ത് എത്തിച്ചേരുകയും സനകാദി മുനിമാർ ശ്രീമദ് മഹാഭാഗവതത്തിന്റെ മുഖ്യം പറയുന്നു. ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഭക്തിജ്ഞാന വിരാഗാണാം സ്ഥാപനായ പ്രകാശിതം. 71ാമത്തെ ശ്ലോകം. എല്ലാ ശ്ലോകങ്ങളും ആ ശ്രീമദ് മഹാഭാഗവതത്തിന്റെ അത് വിശേഷത പറയുകയാണ്. അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നാരദർക്ക് ഇത് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണല്ലോ, ഞാൻ മറന്നുപോയതല്ലേ. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അറിയാമെങ്കിലും ആരെങ്കിലും നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോഴാണ് നമുക്കത് ഓർമ്മ വരിക. അപ്രകാരം നാരദരെ ഓർമ്മിപ്പിക്കുകയും നാരദർ നിങ്ങൾ തന്നെ അത് നടത്തിത്തരണമെന്ന് പറഞ്ഞ് ആ ഭാഗവതത്തിൻ്റെ സപ്താഹം അവർ അവിടെ ഗംഗാതീരത്ത് നടത്തുന്നതുമാണ് അടുത്ത അധ്യായത്തിൽ പാരായണം ചെയ്യാനുള്ളത്. അത് തൃതീയോധ്യായ. നാരദ ഉവാച ജ്ഞാനയജ്ഞം കരിഷ്യാമി ശുഗശാസ്ത്രകഥോജ്വലം ഭക്തിജ്ഞാന വിരാഗാണാം സ്ഥാപനാർത്ഥം പ്രയത്നത കുത്ര കാര്യോ മയാ യജ്ഞസ്ഥലം തദ്വാചതാമിക മഹിമാ ശുഗശാസ്ത്രസ്യ വക്തവ്യോ വേദപാരകേ ദിവസേ ശ്രാവ്യ ശ്രീമദ്ഭാഗവതീ കഥാ കോവിദിസ്തത്ര കർത്തവ്യോ മമേദം ബ്രുവമതാമിത കുമാരാവൂജു ശൃണുനാരദ വക്ഷ്യാമോ വിനമ്രായ വിവേകിനി ഗംഗാദ്വാര സമീപേ തു തടമാനന്ദനാമകം നാനാഋഷിഗണേ ജുഷ്ടം ദേവസിദ്ധ നിഷേവിതം നാനാതരുലധാകീർണം നവകോമളവാലുകം രമ്യം ഏകാന്തദേശസ്ഥം ഹേമപത്മസ്സു സൗരഭം യത്സമീപസ്ഥജീവാനാം വൈര്യം ചേതസിനസ്ഥിതം ജ്ഞാനയജ്ഞസ്ത്വയാ തത്ര കർത്തവ്യോ ഹ്യ പ്രയത്നത അപൂർവരസരൂപാച കഥാ തത്ര ഭവിഷ്യതി പുരസ്ഥം നിർബലം ചൈവ ജിരാജീർണകണേബലം തദ്വയം ച പുരസ്കൃത്യ ഭക്തിസ്തഥാ ഗമിഷ്യതി യത്ര ഭാഗവതീ വാർത്ത തത്ര ഭക്ത്യാധികം രജി കഥാ ശബ്ദം സമാകർണ്യ തത്രികം തരുണായതേ. സൂതോവാച. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഭാഗവത സപ്താഹം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും അവിടെ എത്തിച്ചേർന്നു. ആ ഭാഗവത സപ്താഹം നടത്തുന്നതിൻ്റെതായിട്ടുള്ള ആ മഹത്വങ്ങളൊക്കെ സൂതൻ പറഞ്ഞ് കുമാരന്മാർ പറയുന്നതുമായിട്ടാണ് അടുത്ത പാരായണം നടക്കുന്നത്. സൂതോവാച ഏവം മുക്താ കുമാരാസ്തേ നാരദീന സമന്തത ഗംഗാതടം സമാജഗ്നു കഥാഭാനായ സത്വരാ യഥാ യഥാ തദം തേതു തഥാ കോലാഹലോക്യ ഭൂർലോകേ ദേവലോകേ ച ബ്രഹ്മലോകേ തദൈവ ച ശ്രീമദ്ഭാഗവത പീയൂഷ പാനായ രസലംബട ഗാവന്തോപ്യായ സർവേ പ്രഥമം യേ ച വൈഷ്ണവ ഭൃഗുർവശിഷ്ഠശ്ചവനശ്ച ഗൗതമോ മേധാവി ദേവദേവദേവ രാമസ്തഥാ ഗാദിസുതശ്ച ശാകലോ മൃഗണ്ഡുപുത്ര അത്രി ജപ പിപ്പലാദ യോഗേശ്വരോ വ്യാസ പരാശരോ ച ഛായാ ശുഭോ ജാജരി ജഗ്നു മുഖ്യ സർവേപ്യമീ മുനിഗണ സഹപുത്ര ശിഷ്യ സ്വസ്ത്രീ വിരായരുരതി പ്രണയേനയുക്ത. ഇത്ര പേരും അവിടെ ആ ശ്രീമദ് മഹാഭാഗവതം കേൾക്കാനായിട്ട് ആഗതരായി. ഇവർക്കൊക്കെ അറിയാനിട്ടല്ല, കേട്ടാലും മതിവരാത്തതാണ് ആ ശ്രീമദ് മഹാഭാഗവത പീയൂഷം അമൃതം എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. വേദാന്താനി വേദാശ്ചര മന്ത്രാസ്തന്ത്രസമൂർത്തയ ദശസപ്തപുരാണാനി ഷഷ്ശാസ്ത്രാണി തഥായയോ ഗംഗാഭ്യാസനിതസ്തത്ര പുഷ്കരാദിസരാംസി ച ക്ഷേത്രാണി ച ദിശസ്സർവ ദണ്ഡകാനി വനാനി ച നഖാദയോ യുസ്തത്ര ദേവഗന്ധർവദാനവ
ഗുരുത്വാ തത്ര നായാദാൻ ഋതുസംബോധിശാനേ നിശ്ചിതാ നാരദീന ദത്തമാസനമുത്തമം കുമാരാവന്ദിതാ സർവേ നിഷേധു കൃഷ്ണതത്പരാ വൈഷ്ണവാശ്ച വിരക്താശ്ച ജ്ഞാതിനോ ബ്രഹ്മചാരിണ മുഖഭാഗേ സ്ഥിതാസ്തേശ്ച തദഗ്രേ നാരദസ്ഥിതാ ഏകഭാഗ്യ ഋഷിഗണ തദന്യത്ര ദിവൗകസ വേദോപനിഷദോന്യത്ര തീർത്ഥാന്യത്ര സ്ത്രിയോന്യതാ ജയശബ്ദോ നമഃശബ്ദ ശങ്കശബ്ദസ്തദേവ ച ചൂർണരാജാ പ്രസൂനാനാം നിക്ഷേപസ്സു മഹാനഭൂത് വിമാനാനി സമാരുഹ്യ കിയന്തോ ദേവനായക കൽപ്പവൃക്ഷ പ്രസൂനൈസ്താൻ സർവാൻ തത്ര സമാഗിരൻ. അവിടെ എത്തിച്ചേർന്ന സ്വർഗലോകത്തിൽ നിന്നുമൊക്കെ അത്ര പേരും അവിടെ എത്തിയത്രേ. വിമാനത്തിൽ വന്ന് അവരൊക്കെ മേലെ നിന്നുകൊണ്ട് കൽപ്പവൃക്ഷത്തിന്റെ പ്രസൂനം, അതായത് കൽപ്പവൃക്ഷത്തിന്റെ പുഷ്പങ്ങൾ അവിടെ സമർപ്പിച്ചു എന്നാണ് പറയുന്നത്. സൂതോവാച ഏവം ദേശീകചിത്തേഷു ശ്രീമദ്ഭാഗവതസ്യ ച മാഹാത്മ്യമോചിതേ സ്പഷ്ടം നാരദായ മഹാത്മനേ. കുമാരാഊജു അദദേവർണ്യതേസ്മാഭിർമഹിമാശുതശാസ്ത്രജ യസ്യ ശ്രവണമാത്രേണ മുക്തികരതലേ സ്ഥിത. മുക്തി കരസ്ഥലേ സ്ഥിത എന്നാണ് പറയുന്നത്. മുക്തി നമ്മുടെ കൈകളിൽ, ആ ശ്രീമദ് മഹാഭാഗവതം കേട്ടാൽ നമ്മുടെ കൈകളിൽ മുക്തി വന്നു ചേരും. സദാസേവ്യ സദാസേവ്യ ശ്രീമദ് ഭാഗവതീ കഥ യസ്യാ ശ്രവണമാത്രേണ ഹരിശ്ചിത്തം സമാശ്രയേ. ഗ്രന്ഥോഷ്ടാദശ സാഹസ്രോ ദ്വാദശ സ്കന്ധ സംഹിത പരീക്ഷിശുക സംവാദ ശൃണു ഭാഗവതം ച താവത്സരം താവൽ സംസാര ചക്രേസ്മിൻ ഭ്രമദേ ജ്ഞാനദ പുമാൻ യാവത് കർണകഥാ നാസ്തി ശുഗശാസ്ത്ര കഥാക്ഷണം കിം ശ്രുതി ബഹുവിശ്വാസേ പുരാണേ ച രമാവഹേ ഏകം ഭാഗവതം ശാസ്ത്രം മുക്തിദാനേന ഗച്ഛതി. എന്തിനാണ് മറ്റുള്ള ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നത്? എന്തിനാണ് മറ്റു പുരാണങ്ങൾ പഠിക്കുന്നത്? ഈ ഏകം ഭാഗവതം ശാസ്ത്രം മുക്തിദാനേന ഗച്ഛതി. ഭാഗവതം ഒന്ന് മാത്രം മതി മുക്തിക്ക് എന്നാണ് പറയുന്നത്. കഥാഭാഗവതസ്യാപി നിത്യം ഭവതി ഗൃഹേ തദ്ഗൃഹം തീർത്ഥരൂപം ഹി വസതാം പാപനാശനം. അശ്വമേധ സഹസ്രാണി വാജപേയശതാനി ച ശുഗശാസ്ത്രകഥായാശ്ച കഥാം നാർഗന്തി ഷോഡശീം. താവത് പാപാനി ദേഹേസ്മിൻ നിവസന്തി തപോധന യാവന്ന ശ്രീയതേ സമ്യക് ശ്രീമദ്ഭാഗവതം നരേ. ന ഗംഗാ ന ഗയാ കാശി പുഷ്കരം ന പ്രയാഗകം ശുഗശാസ്ത്രകഥായാശ്ച ഫലേന സമധാംനയേ. ഗംഗാസ്നാനമോ ഗയാ സ്നാനമോ കാശിയിലുള്ള സന്ദർശനമോ പുഷ്കരം പ്രയാഗം എവിടെ പോകുന്നതും ശുഗശാസ്ത്രമായിട്ടുള്ള ഈ ശ്രീമദ് മഹാഭാഗവതത്തോട് തുലനം ചെയ്യാൻ പറ്റുകയില്ല. അത്രയും മഹത്തായതാണ് ശ്രീമദ് മഹാഭാഗവതം എന്ന് പറയുകയാണ്. ഓം ശ്രീകൃഷ്ണായ നമഃ. ശോകാർത്ഥം ശ്ലോകപാദം വാ നിത്യം ഭാഗവതോത്ഭവം പടസ്വ സുമുഖേനൈവ നിരീക്ഷസി പരാംഗതീം. വേദാദിർവേദമാതാജ പൗരുഷം സൂക്തമേവ ച ത്രയീ ഭാഗവതം ചൈവ ദ്വാദശാക്ഷര ഏവ ച. ദ്വാദശാത്മാ പ്രയാഗശ്ച കാലസംവത്സരാത്മക ബ്രാഹ്മണാശ്ചാഗ്നിഹോത്രം ച സുരഭിർദ്വാദശീ തഥാ തുളസീ ച വസന്തശ്ച പുരുഷോത്തമ ഏവ ച. ഏതേഷാം തത്വദപ്രാജ്ഞേ പൃഥഗ്ഭാവയിഷ്യതേ. യശ്ച ഭാഗവതം ശാസ്ത്രം വാചയേതത്തോ നിശം ജന്മകോടികൃതം ഭാവം നശ്യതി നാത്ര സംശയാ. ശ്ലോകാർത്ഥം ശ്ലോകപാദം വാ പഠിർഭാഗവതം ചയ നിത്യം പുണ്യമവാപ്നോതി രാജസൂയാശ്വമേധയാ. ഒരു ശ്ലോകമോ ഒരു ശ്ലോകത്തിന്റെ പകുതിയോ പഠിച്ചാൽ കൂടി അശ്വമേധയാഗം ചിന്തനം തുളസീ പോഷണം ചെയ്വ ധേനൂനാം സേവനം സമം. അന്ധകാലേതു ഏനൈവ ശ്രൂയതേ ശുഗശാസ്ത്രവാ വിഖ്യാതസ്യൈവ വൈകുണ്ഠം ഗോവിന്ദോഭിപ്രയച്ഛതി. ഹേമസിംഹയുധം ചെയ്തത് വൈഷ്ണവായ ദദാദിയ കൃഷ്ണേന സഹ സായുജ്യം സ പുമാൻ ലഭതേ ധ്രുവം. ആജന്മമാത്രമഭിയേന ഷഡേന കിഞ്ചിത് ചിത്തം വിധായ ശുഗശാസ്ത്രകഥാനപീത ചണ്ഡാളവച്ചകരവദ്ഭദനേന നീതം മിഥ്യാസു ജന്മജനനീ ജനി ദുഃഖഭാജ. ജീവച്ഛവോനിഗതിത സദു പാപകർമ്മ येन श्रुतं शुभकथावचनं न किञ्चित् दिक्तं नरं वशुसमं भुवि भाररूप एवं वदन्ति दिविदेव समाजमुख्या. दुर्लभैव कथालोकी श्रीमद्भागवतोद्भव कोटिजन्मसमुत्थेन पुण्येनैव दुर्लभ्यते. तेन योगनिधे धीमन् श्रोतव्यासा प्रयत्नदा दीनानां नियमो नास्ति सर्वदा श्रवणं मदम्. सत्येन ब्रह्मचर्येण सर्वदा श्रवणं मदम्
अशक्यत्वात् कलौ बोध्यो विशेषोऽत्र सुखाज्ञया मनोवृत्तिजयस्यैव नियमाचरणं तथा दीक्षां कर्तुमशक्तत्वात् सप्ताहश्रवणं मतं श्रद्धाश्रवणे नित्यं आगीतावन्ति यत्फलं तत्फलं शुकदेवेन सप्ताहश्रवणे कृतं मनसश्चाध्यात् योगात् पुंसा चैवाश्वक्षया कालदोषबहुत्वाश्च सप्ताहश्रवणं मतं यत्फलं नास्ति तपसा न योगेन समाधिना अनायासेन തത്സർവം സപ്താഹശ്രവണേ ലഭ്യത്തെ. സപ്താഹശ്രവണം കൊണ്ട് ലഭിക്കുന്ന മഹത്വങ്ങളൊക്കെയാണ് പറയുന്നത്. യജ്ഞാത് ഗർജതി സപ്താഹ സപ്താഹോ ഗർജതി വ്രതാത് തപസോ ഗർജതി പ്രോചി പീതാ നിത്യം ഹി ഗർജതി യോഗാത് ഗർജതി സപ്താഹോ ജ്ഞാനാച ഗർജതി ക്രീം ഭൂമോ ഗർജനം തസ്യ ധേരേ ഗർജതി ഗർജതി. സപ്താഹത്തിന്റെ മഹത്വം എല്ലാവരും ഗർജിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ശൗനകോവാച സാശ്ചര്യമേതത്കവിദം കഥാനകം ജ്ഞാനാസി ധർമാൻ വിഗണയ്യ സാമ്പ്രതം നിശ്രേയസേ ഭാഗവതം പുരാണം ജ്ഞാതം കുതോ യോഗവിദാദിസൂചകം. സൂതോവാച യഥാ കൃഷ്ണോദരാം ത്യക്ത്വാ സ്വപദം ഗന്ധുമുദ്യത ഏകാദശം പരിശ്രുത്യ ഉദ്ധവോ വാക്യമബ്രവീത്. ഉദ്ധവോവാച ത്വം തു യാസ്യസി ഗോവിന്ദ ഭക്തകാര്യം വിദായ ച മच्चित्ते महती चिन्तां तां श्रुत्वा सुखमावह. आगतोऽयं कलिद्घोरो भविष्यन्ति पुनः कला तत्सङ्गेनैव सन्दोऽपि गमिष्यन्त्युग्रतां यदा तथा भारवती भूमिर्गोरूपेयं तमाश्रये अन्यो न दृश्यते त्राता तत्त्वकमललोचना अधस्तस्तु कथायां कृत्वा भक्तवत्सलमाव्रज भक्तार्थं सगुणो जातो निराकारो विचिन्मया त्वद्योगेन ते भक्ता कथं स्यास्यन्ति भूतले निर्गुणोपासने कष्टम् अथ किञ्चित् विचारय. इत्युद्धव वचः श्रुत्वा प्रभासे चिन्तयद्धरि भक्तावलम्बनार्थाय किं विधेयं मयीति च स्वकीयं यद्भवत्येतच्च भागवते ददात् विरोधाय प्रविष्टोऽयं श्रीमद्भागवतोर्णवम्. ഓം തത്സത്. ആ ഉദ്ധവരുടെ കരച്ചിൽ കേട്ടിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താണ് ഞാൻ ഭക്തർക്ക് വേണ്ടി ചെയ്യുന്നത്, എന്താണ് ഉദ്ധവർ തനിക്ക് വേണ്ടിയല്ല അപേക്ഷിക്കുന്നത്. കലികാലത്തിലുള്ള ജനങ്ങൾ എപ്രകാരമാണോ മോക്ഷം നേടുക, അവിടുന്ന് പോയാൽ പിന്നെ കലികാല ജനങ്ങൾ വളരെ ദുഃഖിക്കുകയില്ലേ എന്നുള്ള വിഷമം കൊണ്ട് വിഷമിക്കുകയാണ് ഉദ്ധവർ. ഉദ്ധവർക്ക് തൻ്റെ എല്ലാവരും എല്ലാ മഹത്വങ്ങളും അവനവൻ്റെ കാര്യമല്ല ചിന്തിക്കുക, മറ്റുള്ളവർക്ക് എങ്ങനെ നന്മ ചെയ്യാം, അവർക്ക് എങ്ങനെ ഉദ്ധരണം ഉണ്ടാക്കാം, അവർക്ക് വേണ്ടി നാം എന്താ ചെയ്യാം, അങ്ങനെയാണ് നാരദരായാലും സനകാദിമുനിമാരായാലും എല്ലാവരും ചിന്തിക്കുന്നത്. ഇവിടെ ഉദ്ധവർ കലികാലത്ത് അവിടുന്ന് ഇല്ലാതിരുന്നാൽ പിന്നെ ഈ ഭൂമി എന്താകും എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഭഗവാൻ സ്വന്തമായിട്ട് ആലോചിച്ചിട്ട് ചെയ്യുകയാണ്. സ്വകീയം യത് ഭവത്തേജസ് തച്ച ഭാഗവതേതദാ തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ് ഭാഗവതാർണവം. ശ്രീമദ് മഹാഭാഗവതമാവുന്ന ആർണവം, ആർണവം എന്ന് പറഞ്ഞാൽ സമുദ്രം, ആ സമുദ്രത്തിലേക്ക് തന്റെ ചൈതന്യത്തെ പ്രവേശിപ്പിച്ചു അത്രേ. ഓം ശ്രീകൃഷ്ണായ നമഃ. തേനേയം വാങ്മയീ മൂർത്തി പ്രത്യക്ഷാ വർത്തതേ ഹരേ സേവനാ ശ്രവണാ പാഠാ ദർശനാ പാപനാശിനി. അങ്ങനെ ആ ഭഗവാൻ പ്രവേശിച്ചത് കൊണ്ട് തന്നെ അത് പ്രത്യക്ഷ മുക്തി ആയിട്ടുള്ള ഇതായി തീർന്നു. കേട്ടാലും മതി, ശ്രവണ പാഠ ദർശന കണ്ടാൽ തന്നെ മതി അത്രേ ശ്രീമദ് മഹാഭാഗവതം. സപ്താഹ ശ്രവണം ദീന സർവേഭ്യോऽധികം കൃതം സാധനാനി തിരസ്കൃത്യ കലോ ധർമ്മോയമീരിത. ഓം ശ്രീകൃഷ്ണായ നമഃ. ദുഃഖദാരിദ്ര്യ ദൗർഭാഗ്യ പാപ പ്രക്ഷാളനായ ച കാമക്രോധജയാർത്ഥം ഹി കലോ ധർമ്മോയമീരിത. അന്യഥാ വൈഷ്ണവീമായ ദേവൈരവിഷുഭസ്യ ച കഥം ത്യാജാ ഭവേത് പുംവി സപ്താഹോ പ്രകീർത്തിത. ഓം തത്സത്. ആ സപ്താഹത്തിന്റെ മഹാത്മ്യങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞിട്ടും മതിയാകാത്തമാര് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൂതോവാച ഏവം നാഗാത ശ്രവണോരുധർമ്മേ പ്രകാശ്യമാനേ ഋഷിഭിഃ സഭായാം ആശ്ചര്യമേകം സമഭൂതധാനി തദുച്യതേ സംശൃണു ശൗനകത്വം. ഭക്തിസ്തുതൗ തൗ തരുണോ ഗൃഹീത്വാ പ്രേമീകരൂപാ സഹസാവരാസി ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ
നാദീതി നാമാനി വദന്തി. ഓം ശ്രീകൃഷ്ണായ നമഃ. ഭക്തിയുടെ പുത്രന്മാരായിട്ടുള്ള വൈരാഗ്യവും ജ്ഞാനവും. ഭക്തി ഉണ്ടായാൽ പിന്നെ ജ്ഞാനം വരും. ജ്ഞാനം ലഭിച്ചാൽ പിന്നെ നമുക്ക് വൈരാഗ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടുള്ള ദേഷ്യമല്ല, ഈ ലൗകികമായിട്ടുള്ള സുഖങ്ങളോടൊക്കെ വിരക്തി തോന്നുന്നത് തന്നെയാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. ആ ഭക്തിയുടെ പുത്രന്മാരും സുധവും തൗരുണവും അവരൊക്കെ ചെറുപ്പക്കാരായത്രേ. വളരെയധികം ശക്തിയും ഗോവിന്ദവും ഉത്സാഹവും ഉൾക്കൊണ്ട് അവർ ആ സപ്താഹവേദി ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാദീതി നാമാനി മുഹുർവദന്തി. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. എല്ലാവരും നമുക്ക് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ 3 പ്രാവശ്യം ജപിക്കാം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാദീതി നാമാനി മുഹുർവദന്തി. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാദീതി നാമാനി മുഹുർവദന്തി. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാദീതി നാമാനി മുഹുർവദന്തി. ത്വാം ജാഗതാം ഭാഗവതാർത്ഥപുരുഷാം സുജാനുവേഷാം സദസ്യ കഥം പ്രവിഷ്ടാ കഥമാഗതേയം മധ്യേ മുനീനാം വിതർക്കയന്താ. ഊജുകുമാര വചനം ദദാനി കഥാ തദോ നിഷ്പതിദാതുനേയം. ഏവം നിരസാ സതുതാനി സംജ്ഞാം സനത്കുമാരം നിജഗാതനമ്രാ. ഭക്തിരുവാച. സന്തോഷവതിയായ ഭക്തി പറയുകയാണ്. ഭവദ്വിരൈദീവ കൃതാസ്മി പുഷ്ടാ കലിപ്രണഷ്ടാപി കഥാരസേന കാഹം തു തിഷ്ഠാമ്യധുനാ ഭ്രുവന്തു ബ്രഹ്മായുധം താം ഗിരിമോചിതീതി. ഭക്തേഷു ഗോവിന്ദ സ്വരൂപകർत्री പ്രേമേകദത്രീ ഭവരോഗവന്ത്രി. സാത്വം ചിത്തസ്യ സുധൈര്യ സംശയാ നിരന്തരം വൈഷ്ണവമാനസാനി. തതോ വിദോഷാ പരിജാനി ത്വാം ദ്രഷ്ടും ന ശക്താ പ്രഭവോ വിലോകേ. ഏവം തദജ്ഞാവസരേ വിഭക്തി തദാ നിഷണ്ണാ ഹരിദാസ ചിത്തേ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഹരിയുടെ ദാസന്മാരായിട്ടുള്ളവരുടെ മനസ്സിൽ ഒരിക്കലും കലിക്ക് പ്രവേശനമില്ല എന്നാണ് പറയുന്നത്. സകല ഭുവന മധ്യേ നിർധനാസ്തി വിധന്യ നിവസതി ഹൃദിയേഷാം ശ്രീഹരേ ഭക്തിരേഖ. ഹരിരവിനിജലോകം സർവധാതോ വിഹായ പ്രവിശതി ഹൃദി തേഷാം ഭക്തിസൂത്രോപനദ്ധ. ഭ്രുമോദ്യദേഹിമധികം മഹിമാനമേവം ബ്രഹ്മാത്മകസ്യ ഭുവി ഭാഗവതാഭിതസ്യ. യത്സംശയാന്യഗതിതേ ലഭതേ സുവക്താ ശോധാപി കൃഷ്ണം സമധാമന്യദന്മൈ. ഓം തത്സത്. ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യേ ഭക്തി കഷ്ട നിവർത്തനം നാമ തൃതീയോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതത്തിന്റെ സപ്താഹം കേട്ട് ഭക്തിക്കും ഭക്തിയുടെ പുത്രന്മാരായിട്ടുള്ള ജ്ഞാനവൈരാഗ്യത്തിന് മോക്ഷം ലഭിച്ചു. അതിനുശേഷം വീണ്ടും പറയൂ എന്ന് പറഞ്ഞപ്പോൾ സനകാദികൾ ഇവിടെ മുൻപേ നടന്ന ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആത്മദേവനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അവർക്ക് സന്താനമില്ലാതെ വളരെ വിഷമിക്കുകയും സന്താനം വേണ്ട എന്നൊരു യോഗി പറഞ്ഞിട്ടും കേൾക്കാതെ വേണമെന്ന് പറഞ്ഞ് ഒരു ഫലം കൊണ്ടുവന്ന് തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു. പുത്രനുണ്ടാകുവാൻ സാധിക്കുമെന്ന് പറയുകയും ആ ഫലം കൊടുത്തിട്ട് ഭാര്യയ്ക്ക് കുട്ടികളുണ്ടാകാൻ ഇഷ്ടമില്ലാത്തതിനാൽ അത് പശുവിന് കൊടുക്കുകയും തൻ്റെ അനുജത്തിയുടെ പുത്രൻ എന്ന് പറഞ്ഞ് വളർത്തുകയും മഹാദുഷ്ടനായ പുത്രൻ ചെയ്യുന്ന ദ്രോഹങ്ങളും അവനെ മരണശേഷം അവനെ കൊല്ലുകയാണ് ഉണ്ടായത്. അതിനുശേഷം അവനുണ്ടാകുന്ന ദുർഗതിയും ആ ദുർഗതിയിൽ നിന്ന് അവന് മോചനം നേടാൻ എപ്രകാരം ഭാഗവത സപ്താഹം സഹായം ചെയ്തു എന്നതുമാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. 2 അധ്യായങ്ങളിലായിട്ട് ആ ദുന്ദുകാരിയുടെ കഥ വർണ്ണിക്കുകയാണ്. അലൗകികോയം മഹിമാമുനീശ്വര സപ്താഹജന്യോദ്യവിലോകിതോ മയാ ഉടാസഠായേവ സ്പർശിനോത്ര സവേപി നിഷ്പദമാ ഭവന്തി. അതോ ലോകേന നാസ്തി കിഞ്ചിത് ചിത്തസ്യ ശോധായ കലോ പവിത്രം അഭോ പവിത്രം സകലം തഥേ
ദേവ കഥാ സമാനം ഭുവിനസ്തുജന്യൻ കേകേ വിശ്വത്യതി വദന്തു മഹ്യം സപ്താഹയജ്ഞേന കഥാമയേന യുവാനുമെല്ലോ വിഹിതം വിജായ പ്രകാശിത കോപി നവീനമർഗ കുമാരാവുജു ഏ മാനവാ പാവകിതസ്ത്വ സഹോദ സദാ ദുരാധാരതകാമ്യമർഗ ഓദാഗ്നിദഗ്ധാകുലിനാശ്ചകാമിന സപ്താഹയജ്ഞേന കലു പുനന്ദിതേ സത്യേന ഹീനാമിതവാദദോഷവാസ്തഷ്ണാകുലാശ്ചാസമധമ്മവർദ്ധിത ഏതാംബികാ മത്സരണോഭിഹിം സദാ സപ്താഹയജ്ഞേന കലു പുനന്ദിതേ പഞ്ചോഗ്രഭാവശ്ചരസത്മധാരിണാ പുരാപിശാചായ യന്തയസ്തേ ബ്രഹ്മസ്വപുഷ്ടാവിവിധാനകാരിണ സപ്താഹയജ്ഞേന കലു പുനന്ദിതേ കയേന വാചാ മനസാവിപാദകം നിത്യം ഭഗവതി ഷടാഹരേതേ പരസ്വപുഷ്ടാമദനാദുരാസയാ സപ്താഹയജ്ഞേന കലു പുനന്ദിതേ അത ദേഹി തിരിശ്യാമ ഇതിഹാസം പുരാതനം യശസ്സവണമാത്രേണ അവഹാനി പ്രജായതേ തുംഗഭദ്രാതലേ ഭൂമമുത്പത്തനമുത്തമം യത്ര സപ്നാസതൗമേന സത്യസത്വമദത്പരാ അച്ഛനേവ പരേ തസ്മിൻ സമമേവേദ വിശാരദ സാധസ്മാത്തേഷു നിഷ്ണാദോ ദ്വിതീയൈവ ഭാസ്കരാ വിഷ്ണുഗോവിന്ദവൈതത്വയാ ദുർവിസ്മൃത സ്വവാക്യസ്ഥാമിക നിത്യം സുന്ദരീ സുമൃദ്ഭവ ലോകവാകാലതാപോയാപായശോ ബഹുദേവിക ശൂരാജഗത്യശു ശുഭനാകലഹപ്രിയ ഏവം ദിവസദോഷനാദം വസ്തു രമമാണയോ അർത്ഥാകാമതയോരാസന്ന സുഖായ ഗൃഹാധികം പശ്ചാത്തമാസമാരബ്ധസ്ഥാപ്യം സന്താനഹേതവേ ഗോപൂഹിരണ്യോ സംസീദീനഭ്യോ യച്ഛത സദാ ധനാത്മന്തമവാക്യേണാഭ്യം നിജം തഥാവിധ നപുത്രോ നമിവാ പുത്രേ തദശ്ചിന്താതരോഭ്യസം ഏകദാ സദ്വിജോ ദുഃഖാഗ്രഹം ദഗ്ധോപരം ഗത മധ്യാനേ ദഗ്ധോ ജാതസ്തദാംഗം സമപേഹിവ പിത്വാ ജലം നിഷന്നസ്തുപജാ ദുഃഖേന കസിത മൂർധാരവിധത്രൈവ സന്യാസി കശ്ചിതാഗത ദൃഷ്ട്വാ ജലം തം തു വിപ്രോ യാതസ്തദന്തികം തഥാച പാദയോസ്തസ്യ വിശ്വസൻ സംസ്ഥിതപുരാ. ദുന്ദുലിയുടെയും ആത്മദേവനും കുട്ടികളില്ലാതെ ദുന്ദുലിയുടെ ആത്മദേവൻ പോയി തപസ് ചെയ്യുകയും ആ വിഷമം കണ്ട് ഒരു യതി ഒരു ബ്രാഹ്മണൻ എന്താണ് നിങ്ങൾക്ക് ഇത്ര വിഷമമെന്ന് ചോദിക്കുകയും സന്താനം ഇല്ലാത്തതാണ് വിഷമമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് 7 ജന്മത്തിലും സന്താനം ഉണ്ടാവാൻ യോഗമില്ല എന്ന് പറയുകയും എനിക്ക് സന്താനം ഉണ്ടായേ തീരൂ, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ശരി, നീ ഈ പഴം കൊണ്ടുപോയി നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കൂ, നിന്റെ ഭാര്യയ്ക്ക് കുട്ടിയുണ്ടാകും എന്ന് പറഞ്ഞ് ആ സന്യാസി ഒരു ഫലം കൊടുക്കുകയാണ്. ഇത് തൻ്റെ ഭാര്യയായ ദുന്ദുലി ലൗകികത്തിൽ മുഴുകി നിൽക്കുന്ന വളരെ ഒരു ചപലയായിട്ടുള്ള സ്ത്രീയായിരുന്നു. ആ ഫലം കൊടുത്തപ്പോൾ അവൾ ചിന്തിക്കുകയാണ്, ഇത് കഴിച്ചാൽ ഞാൻ ഗർഭിണിയാവും, ഗർഭിണിയായാൽ എൻ്റെ സൗന്ദര്യം പോകും, എനിക്കിഷ്ടത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ച് അവൾ ആ ഫലം തൻ്റെ വീട്ടിലുള്ള പശുവിന് കൊടുക്കുകയും അതേ സമയത്ത് തൻ്റെ അനുജത്തി ഗർഭവതിയായിരുന്നു. ആ ഗർഭവതിയാണെന്ന് അഭിനയിച്ചുകൊണ്ട് തൻ്റെ സഹോദരിയുടെ പുത്രനെ തൻ്റെ പുത്രനാണെന്ന് പറഞ്ഞ് ആത്മദേവനെ കബളിപ്പിക്കുകയും ചെയ്യുകയാണ്. ദുന്ദുകാരി എന്നായിരുന്നു ആ പുത്രനിട്ട നാമം. ആ പശുവിനാണെങ്കിൽ ആ ഫലം കഴിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ ആ പശുവിൻ്റെ ചെവിയുള്ള ഒരു മനുഷ്യന് കുട്ടി ഉണ്ടാവുകയും അതീവ തേജസ്സോട് കൂടിയിട്ടുള്ള ആ കുട്ടിക്കും ആത്മദേവൻ പിതൃകർമ്മങ്ങൾ ചെയ്ത് ആ ഗോകർണൻ എന്ന നാമം നൽകുകയും അതിപണ്ഡിതനായി തീരുകയും ചെയ്തു. ഈ ദുന്ദുകാരിയാണെങ്കിൽ മഹാദുഷ്ടനും ഖലനുമായിട്ട് എല്ലാവരെയും ദ്രോഹിക്കുകയും നാട് മുഴുവൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വളരെ വളരെ ദ്രോഹങ്ങൾ ചെയ്ത് സർവനാശം ചെയ്യുമ്പോഴാണ് ഈ ബ്രാഹ്മണൻ മനസ്സിലാക്കുന്നത് ഇതൊന്നുമല്ല ജീവിതം, അയ്യോ എന്താണ് കൊത്തിഷ്ടാമി കൊഗച്ഛാമി 72ാമത്തെ ശ്ലോകം. ആ പുത്രൻ്റെ മോശമായിട്ടുള്ള പുത്രൻ്റെ കഷ്ടങ്ങൾ കണ്ടിട്ട് പറയുകയാണ്, എവിടെയാണ് ഞാൻ പോകേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്. കുട്ടികളില്ലാതെയും തരക്കേണ്ടില്ലായിരുന്നു, മോശം കുട്ടികൾ കുപുത്രൻ ഉണ്ടാകുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് കുട്ടികൾ ഇല്ലാതിരിക്കുന്നത് എന്ന് പറഞ്ഞ് ദുഃഖിക്കുമ്പോൾ ആ ഗോകർണൻ അച്ഛന് ജ്ഞാനം പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ലൗകികമായിട്ടുള്ള ഏതൊരു കാര്യം ആശ്രയിച്ചാലും അത് നമുക്ക് ദുഃഖം മാത്രമേ തരുകയുള്ളൂ. ഇന്ദ്രൻ പോലും എപ്പോഴും കുറച്ചു സമയം സുഖം മാതിരി തോന്നുമെങ്കിലും വീണ്ടും ദുഃഖമാണ്. ഇന്ദ്രനായാലും ശരി, ചക്രവർത്തി നേന്ദ്രസ്യ സുഖം കിഞ്ചിൻ ന സുഖം ചക്രവർത്തിന സുഖമസ്തി വിദഗ്ധസ്യ മുനേരേകാന്ത ജീവിന. ഏകാന്തമായി ജീവിക്കുന്ന മുനിമാർക്കും വിദഗ്ധന്മാരായിട്ടുള്ളവർക്കും മാത്രമേ, അതായത്
എല്ലാം അനുഭവിക്കാം, പക്ഷെ അതിൽ ആസക്തി ഉണ്ടാവാൻ പാടില്ല. ബന്ധനമില്ലാത്ത ബന്ധങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. ഒന്നിലും കൂടുതലായിട്ടുള്ള ആസക്തി ഇല്ലാതെ എല്ലാറ്റെയും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക. യഥേച്ഛയായി നമുക്ക് കിട്ടുന്നതിൽ തൃപ്തിയാവുക, അതിൽ സന്തോഷിച്ചുകൊണ്ട് നമ്മുടെ പ്രാരബ്ധം മൂലം നമുക്ക് വന്നു ചേരുന്നതിലൊക്കെ അത് സഹജമാണ് എന്ന് കരുതിയെടുത്തിട്ട് ജീവിച്ചാൽ അതിലുള്ള സുഖം വേറെയൊന്നുമില്ല. അച്ഛനെല്ലാം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകൂ എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള ആ ആത്മദേവൻ വനത്തിൽ പോയി മുക്തിയടയുകയും ഈ അമ്മ ദുന്ദുലി ഈ മകൻ്റെ അടുത്ത് അനുഭവിക്കുന്ന ദുഃഖങ്ങളും അതൊക്കെയാണ് അടുത്തതിൽ വർണ്ണിക്കാനുള്ളത്. ഈ ദേഹവും അസ്ഥിയും രക്തവും ഒക്കെ ചേർന്നിട്ടുള്ള ഈ ദേഹത്തെ ആത്മാവിനെ തെറ്റിദ്ധരിക്കുന്നതാണ് എല്ലാ മനുഷ്യനുമുള്ള ദുഃഖത്തിന് കാരണം. ശരീരമല്ല, അതിൻ്റെ ഉള്ളിൽ നിവസിക്കുന്ന ആത്മസ്വരൂപിയായിട്ടുള്ള ഭഗവാനാണ് താൻ എന്ന് എപ്പോൾ മനസ്സിലാക്കുന്നുവോ ആ നിമിഷം തന്നെ നമുക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടാകും. അത് അറിയാൻ ഒരു നിമിഷം മതി, പക്ഷെ അതിൽ എളുപ്പമല്ല. വളരെയേറെ തപസ്സും യജ്ഞവും ധ്യാനവും ഭഗവത് അനുഗ്രഹവും ഉണ്ടെങ്കിലേ അത് സാധിക്കുകയുള്ളൂ. ചിലർക്കൊക്കെ വളരെ വേഗം അത് സാധിക്കുകയും ചെയ്യും. അവൻ പൂർവ്വജന്മത്തിലുള്ള ഗുണം കൊണ്ടും അവരുടെ തപശക്തി കൊണ്ടും പുണ്യം കൊണ്ടും ചിലർക്ക് ആത്മസാക്ഷാത്കാരം വളരെ വേഗം ലഭിക്കുകയും ചെയ്യും. എന്നൊക്കെ ഗോകർണൻ ആത്മദേവന് പറഞ്ഞു കൊടുത്തതാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. ഈ 5-ാമത്തെ അധ്യായത്തിൽ ആ ദുന്ദുകാരിയുടെ ദുഷ്ടത്തരവും ആ വേശ്യകളാൽ തന്നെ അവൻ വധിക്കപ്പെടുന്നതും അവൻ അമ്മയെ കൊല്ലുന്നതും അങ്ങനെ വേശ്യകളാൽ വധിക്കപ്പെട്ട അവൻ ഒരു പിശാചായി തീർന്ന് നാടിന് മുഴുവൻ കഷ്ടമാകുന്നതും ഗോകർണൻ തന്നെ വന്ന് അദ്ദേഹത്തിൻ്റെ ഗയാശ്രാദ്ധം ചെയ്തിട്ടും മുക്തി ലഭിക്കാത്ത ആത്മാവിന് സപ്താഹം ചെയ്ത് മോക്ഷം കൊടുക്കുന്നതൊക്കെയാണ് അടുത്ത അധ്യായം, 5-ാമത്തെ അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യാദ പഞ്ചമോധ്യായ. സൂതോവാച പിതര്യുപരദേതേന ജനനീ താടിതാമൃശം കോവിത്തം തിഷ്ഠതി ബ്രൂഹി ഹനിഷ്യേനത്തയാന ചേത് ഇതി തദ്വാക്യ സംത്രാസാ ജനന്യാ പുത്രദുഃഖദാ കൂപേ പാദമൃതോ രാത്രോ തേന സാ നിധനം ഗതാ ഗോകർണതീർത്ഥയാത്രാർത്ഥം നിർഗതാ യോഗ സംസ്ഥിത ന ദുഃഖം ന സുഖം തസ്യ ന വൈരീ ന വിഭാന്തവാ ദുന്ദുകാരീ ഗൃഹേ തിഷ്ഠത് പഞ്ചപുണ്യവത്യുഹൃത അത്യുഗ്രകർമ്മകർത്താ ച തത്പോഷണ വിമൂഢതി ഏകദാ കുലടാസ്താസ്തു ഭൂഷണാന്യഭിരിപ്സവ തദർത്ഥം നിർഗതോ ഗേഹാത് കാമാന്തോ മൃത്യുമസ്മരൻ യതസ്തതശ്ച സംഹൃത്യ വിത്തം ഭീഷ്മ പുനർഗത താഭ്യോ യച്ഛസ്വസ്ത്രാണി ഭൂഷണാനി കേന്തി ച ബഹുവിത്ത ജയം ദൃഷ്ട്വാ രാത്രോ നാര്യോ വിചാരയൻ ചൗര്യം കരോത്യസൗ നിത്യം മദോ രാജാ ഗൃഹീഷ്യതി വൃത്തം ഹൃത്വാ പുനശ്ചൈനം മാരയിഷ്യതി നിശ്ചിതം അദോർത്തഗുപ്തയേ ഗൂഢം അസ്മാഭി കിം ന ഹന്യതേ. രാജാവിൻ്റെ ഒരുപാട് സ്വർണങ്ങളൊക്കെ കട്ടുകൊണ്ടുവന്ന് ഈ 5 വേശ്യമാർക്ക് കൊടുത്തപ്പോൾ അവർ ചിന്തിക്കുകയാണ്, ഇങ്ങനെ സ്വർണം കട്ടുകൊണ്ടുവന്ന സൗഹൃദം കട്ടുകൊണ്ടുവന്ന ഇദ്ദേഹത്തെ രാജകിങ്കരന്മാർ പിടിക്കും, അതിനു മുന്നേ അദ്ദേഹത്തെ വധിച്ച് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് കരുതി ആ ദുന്ദുകാരിയെ വധിക്കുന്ന ഭാഗമാണ് ഇത്. നിഹൈത്തേനം ഹീത്വാത്തം യസ്യാമോ യത്ര മുത്തജിത് വിദിതാ നിശ്ചയം കൃത്വാ സുത്തം സമ്പദ്യരശ്മിഭി പാശം കണ്ഠേ നിദായാസ്യ തന്മൃത്യും ഉപചക്രമോ ത്വരിതം ന മമാരാസ്വോ ചിന്തയുക്താ തഥാ ഭവൻ തപ്താകാശമഹാം ച തന്മുഖേഹി വിജിക്ഷിഭു അഗ്നിജ്വാലാമി ദുഃഖേന വ്യാകുലോ നിധനം ഗതാ. മരിച്ചിട്ട് മരിക്കാത്തവന്റെ വായിൽ അഗ്നി വാരിയിട്ട് ഇതാക്കിയത്. തം ദേഹം മുജുർഗത്തെ പ്രായസാഹസികാ സ്ത്രീയ ന ജ്ഞാതം തദ്രഹസ്യം തു കേനാപീതം തദൈവ ച ലോകേ പൃഷ്ട്വാ വദതി സ്മ ദൂരം യാഗപ്രിയോഹിന ആഹിമിഷ്യതി വർഷേസ്മിൻ വിദ്ധലോപവികർഷിത സ്ത്രീണാന്നൈവ വിശ്വാസാം ദുഷ്ടാനാകാരയേ ബുധ വിശ്വാസേ യസ്ഥിതോ മൂഢ സ ദുഃഖേ പരിഭൂയതേ സുധാമയം വജോ വ്യാസാം കാമിനാം രസവർദ്ധനം ഹൃദയം ക്ഷുരധാരാപം പ്രിയക്കോ നാമയോഷിതാം സംഹൃത്യ വിത്തം തയാത കുലടാ ബഹുഭദ്രക ദുന്ദുകാരി ബഭൂവാദ മഹാൻ പ്രേത കുകർമ്മത വാദ്യാരൂപധരോ നിത്യം ദാവന്ത സതിശോന്തരം ശീതതാപ പരിഷ്കൃഷ്ടോ നിരാഹാര പിപാസിത. ആ പിശാച് മരിച്ച പ്രേതത്തിന്റെ രൂപം വായുവിൻ്റെ രൂപത്തിലൊക്കെ വന്നു
കഷ്ടപ്പെട്ടതാണ് പറയുന്നത്. നലേഭീഷണം ക്വാപി ഹാ ദേവേതി മുഹൂർവദൻ കിയത്കാലേന ഗോകർണോ മൃതം ലോകാകഭൃത്യത അനാദം തം വിദിത്വൈവ ഗയാശ്രാദമജീകരൻ യസ്മിൻ സ്ഥിരേതു സംയാതി തത്ര ശ്രാദമജീകരൻ ഏവം ഭ്രമൻ സ ഗോകർണ സ്വപുരം സമുപേയിവാൻ രാത്രോ ഗൃഹാങ്കണേ സപ്തോ മാഗതോ രക്ഷിതൈപരേ തത്ര സുപ്തം സവിജ്ഞായ ബന്ധുമാനീ സ്വബാന്ധവം വിശീദേ ദർശയാമാസ മഹാരൗദ്രതരം ബഭൂ സഗൃന്മേഷ സഗൃദ്ധസ്തി സഗൃച്ഛം മഹിഷോ ഭവത് സഗൃദ്രിന്ദ്ര സഗൃശ്രാഗ്നി പുനശ്ച പുരുഷോ ഭവേ വൈപരീത്യമിദം ദൃഷ്ട്വാ ഗോകർണോ ധൈര്യസംയുത അയം ദുർഗതികോപി നിശ്ചിതാഖ്യതമബ്രവീ ഗോകർണോ വാച ഹസ്ത്വമുഗ്രതരോ രാത്രോ കുതോ യാമോ ദശാമി മാം കിം വാ പ്രേതപിശാചോ വാ രാക്ഷസോസീതി ശംസന. ഗോകർണനോട് രാത്രി ഈ പ്രേതം പറയുന്നതാണ്, പ്രേതത്തിന് ഉണ്ടാകുന്ന സംവാദമാണ്. സൂതോവാച ഏവം പൃഷ്ടസ്തദാതേന നിരോധോച്ചി പുനഃ പുനഃ അശക്തോ വചനോച്ചാരേ സംജ്ഞാമാത്രം ചകാരഃ. പ്രേതത്തിന് സംസാരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ജലം ആ ഗോകർണൻ ആ പ്രേതത്തിന്റെ മേലെ തളിക്കുമ്പോൾ അത് പറയുന്നതാണ്. തദോജ്ജലോ ജലകൃത്വാ ഗോകർണസ്തമുദീരയേ തൽസേകസദപാപോസോ പ്രഭക്തും ഉപചക്രമേ. പ്രേതോവാച അഹം രാഗാ തുദീയോസ്മി ദുദ്ദുഗാനീതി നാമത സ്വകീയേനൈവ ദോഷേന ബ്രഹ്മത്വം നാശിതം മയാ കർമ്മണോ നാസ്തി സംഖ്യാ മേ മഹാജ്ഞാന വിവർത്തിന ലോകാനാം ഹിംസകസ്സോകം ശ്രീഭിः ദുഃഖേന മാനിതാ അധപ്രേതത്വമാപന്നോ ദുർദശാം ച വഹാമ്യഹം വാദാഹാരേണ ജീവാമി ദൈവാധീന ഫലോദയാ അഹോ ബന്ധോ കൃപാസിന്ധോ ഭ്രാതർമാമാശു മോചയ ഗോകർണോപജനം ശ്രുത്വാ തസ്മൈ വാക്യം മതാബ്രവീ. ഗോകർണോവാച തദർത്ഥം തു ദയാപിണ്ഡോ മയാ ദത്തോ വിദായത തത്കഥമേവ മുക്തോസി മമാശ്ചര്യമിദം മഹത് ശ്രദ്ധ ഗയാ സാധാനമുക്തേശ്ച ഉപായോ നാപരസ്പൃഹ കിം വിധേയം മയാ പ്രേത തത്വം വദം സവിസ്തരം. ഗയാശ്രാദം ലഭിക്കാറ്റിട്ടും മോക്ഷം ലഭിക്കാത്ത എനിക്ക് ഞാൻ എപ്രകാരമാണ് മോക്ഷം ഉണ്ടാക്കി തരിക എന്ന് ഗോവർണൻ ചോദിക്കുകയാണ്. പ്രേതൻ പറയുന്നു പ്രേതാവാച ഗയാശ്രാദശതോനോപി മുക്തിർമേണ ഭവിഷ്യതി ഉപായമവരം ചിത്വം വിചാരയ സാമ്പ്രതം ഇതി തദ്വാക്യമാഗമ്യ ഗോകർണോ വിസ്മയം ഗതാ ശതസ്രാദേന മുക്തേശ്ചേ സാധ്യം മോചനം തവ ഇദാനീം തു നിജം സ്ഥാനം ആദിഷ്ട പ്രേതനിർഭയ ത്വന്മുക്തിസാധനം കിഞ്ചിദാചരിഷ്യേ വിചാര്യജ ഋതുഗാനീ നിജസ്ഥാനം തേനാദിഷ്ടം തതോ ഗതാ ഗോകർണ ചിന്തയാമാസ താം രാത്രിം ന തദദ്യകാ പ്രാതസ്തമാഗതം ദൃഷ്ട്വാ ലോകാപീത്യാ സമാഗത തത്സർവം ഗതിദം തേന യജ്ജാതം ച യഥാനിശി വിദ്വാംസോ യോഗനിഷ്ഠാശ്ച ജ്ഞാനിനോ ബ്രഹ്മവാദിന തന്മുക്തിം നൈവ തേ പശ്യന്തശ്ചാത്ര സഞ്ജയാ തതഃ സർവേ സൂര്യവാക്യം തന്മുക്തോ സ്ഥാപിതം പരം ഗോകർണസ്തംഭനം ചക്രേ സൂര്യവേഗസ്യ വൈതകാ തുഭ്യം നമോ ജഗൽസാക്ഷി ബ്രൂഹി മേ മുക്തിഹേതുകം തശ്രുത്വാ ദൂരത സൂര്യ സ്ഫുടം വിദ്യഭ്യഭാഷക. സൂര്യനെ പ്രാർത്ഥിക്കുന്നതാണ് ഇപ്പോൾ പറയുന്നത്. സൂര്യഭഗവാൻ പറയുകയാണ്, അശരീരിയായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ശ്രീമദ് ഭാഗവതാമുക്തി സപ്താഹം ഭജനം കുരു ഇതി സൂര്യവചഃ സർവേ ധർമ്മരൂപം തു വിശ്രുതം സർവേ ഭുവൻ പ്രയത്നേന കർത്തവ്യം സുമരന്തിതം ഗോകർണോ നിശ്ചയം കൃത്വാ വാചനാർത്ഥം പ്രവർത്തിത തത്തഃ സംവരണാർത്ഥായ ദേശഗ്രാമജനായയോ പഗ്ഗുന്തവൃത്തമന്താശ്ച തേപി പാപക്ഷയായ വേ സമാജസ്തു മഹാൻ ജാതോ ദേവവിസ്മയകാരക യദൈവാസന്മാസ്തായ ഗോകർണോ കഥയത്കഥാ സപ്രേതോ വിയദായാത സ്ഥാനം പശ്യന്നിതസ്തദാ സപ്തഹൃദീയുധം തത്ര പശ്യക്കീജകമുഷിതം. എല്ലാവർക്കും ഓരോരോ സ്ഥാനം ലഭിച്ചു. എല്ലാവരും ഇരുന്ന് ഈ കഥ കേൾക്കാൻ നിൽക്കുമ്പോൾ പ്രേതം ഒരു 7 തണ്ടുള്ള മുളയിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു. അത്രയും വേറെ സ്ഥലം കാണാത്തതിനാൽ 7 ഗ്രന്ഥിയുള്ള ഒരു മുള കഷ്ണത്തിൻ്റെ ഉള്ളിൽ ആ പ്രേതം കയറി നിന്നു എന്നാണ്. തന്മൂലഛിദ്രമാവിശ്യ ശ്രവണാർത്ഥം സ്ഥിതോ ഹ്യസോ വാദരൂപീ സ്ഥിതിം കർത്തും അശക്തോ വംശമാവിശ്യ വൈഷ്ണവം ബ്രാഹ്മണം
മുഖ്യം ശ്രോതാനം പരികൽപ്പസ പ്രഥമസ്കന്ധ സ്പഷ്ടം ആഖ്യാനന്ദേന ജോകരേ ദിനാന്തേ രക്ഷിതാഗാത തഥാ ചിത്രം ബഭൂവഃ വംശേകൃതി ഭേദോസ്തു ഭൂദുർഭൂൽ സൽശബ്ദം പശ്യതാം സദാ. ഒന്നാമത്തെ ദിവസത്തിന്റെ പാരായണം കഴിയുമ്പോഴേക്കും ഒരു കൃതി ആ മുളയുടേത് പൊട്ടിയത്രേ. ആ പ്രേതാത്മാവിന്റെ ഉയർച്ചയാണ് ഇത് കാണിക്കുന്നത്. ഓരോ ഏവം സപ്തദിനൈശ്ചൈവ സപ്തഗ്രന്ഥി തദാസായം ദ്വിതീയഗ്രന്ഥിഭേദനം തൃതീയൈ തദാസായം തൃതീയഗ്രന്ഥിഭേദനം ഏവം സപ്തദിനൈശ്ചൈവ സപ്തഗ്രന്ഥിവിഭേദനം കൃത്വാ സദ്വാദശസ്കന്ധ ശ്രവണാപ്രേതം ജഗോ ദിവ്യരൂപതരോജാത തുളസീലാമണ്ഡിത പീതവാസാഗരശ്യാമോ മകുടി കുണ്ടലാന്വിത. ഓം ശ്രീകൃഷ്ണായ നമഃ. ആ 7 ദിവസത്തെ പാരായണം കഴിയുമ്പോഴേക്കും ആ പ്രേതത്തിന് ദിവ്യരൂപം ലഭിച്ചു. ഭഗവാന്റെ മാതിരി തന്നെ പീത മഞ്ചപ്പട്ടുടുത്ത് മകരകുണ്ടങ്ങളോടുകൂടി അതിദിവ്യ രൂപധാരിയായി തീർന്നു. അത്രേ നാമഭാഗരം സദ്യോ ഗോകർണം വിരിചാബ്രവി ത്വയാഹം പൂജിതോ ബന്ധോ കൃപയാ പേതകസ്മല ധന്യാ ഭാഗവതീ വാർത്താ പ്രേതപ്രീഡവിനാശിനി സപ്താഹോ വിത്തഭാധന്യ കൃഷ്ണലോക ഫലപ്രദ കമ്പന്തേ സർവപാപാനി സപ്താഹശ്രവണേ സ്ഥിതേ അസ്മാകം പ്രളയം സദ്യ കഥാചേയം കലിഷ്യതി ആർദ്രം ശുഷ്കം ലഘുസ്ഥൂലം വാമനകർമ്മവികൃതം ശ്രവണവിരഹേ പാപം പാവകസ്സമിതോ യഥാ അസ്മിൻ വൈ ഭാരതേ വർഷേ സൂരിഭിർദേവ സംസദി അഗതാശ്രാവിണം പുംസാം നിഷ്ഫലം ജന്മ കീർത്തിതം കിം മോഹദോ രക്ഷിതേന സുപുഷ്ടേന ബലേയസ അധ്രുവേന ശരീരേന ശുഗശാസ്ത്രകഥാം വിനാ അസ്ഥിസ്തംഭം സ്നായുബന്ധം മാംസശോണിതലേവിതം ചർമാവനന്ധം ദുർഗന്ധം പാത്രം മൂത്രപരീശയോ. ഈ ദേഹത്തിനെ പറ്റിയാണ് പറഞ്ഞത്. അത്രയ്ക്കും വിശേഷമുള്ള ദേഹമാണ്. അസ്ഥിസ്തംഭം സ്നായുബന്ധം മാംസശോണിതലേവിതം മാംസവും രക്തവും നിറഞ്ഞ തോലുകൊണ്ട് ഇതാക്കിയിട്ടുള്ള ദുർഗന്ധമായിട്ടുള്ള ഒരു പാത്രമാണ് ഈ ശരീരം. ജരാശോക വിഭാഗാർത്ഥം രോഗം മന്ദിരമാതുരം ദുഷ്പൂരം ദുർധരം ദുഷ്ടം സദോഷം ക്ഷണഭംഗുരം ഒരു നിമിഷത്തിൽ നശിപ്പിച്ചു പോകാവുന്നതുമാണ്. കൃമിവിഭസ്മ സംജ്ഞാതം ശരീരം വിധിവർണിതം അസ്ഥിരേണ സ്ഥിരം കർമ്മ കുതോയം സാധയന്നഹി യത് പ്രാണ സംസ്കൃതം ചാനം സായം തച്ഛതി തദീയസ് സമ്പുഷ്ടേ കായേ കാനാമനിത്യത സപ്താഹശ്രവണാലോകേ പ്രാപ്യതേ നികടേ വരി അദോ ദോഷ നിവൃത്താർത്ഥം ഏതദേക ഹി സാധനം ബുദ്ബുദാനിവ തോയേഷു മശകാനിവ ജന്തുഷു ജായന്തേ മരണായവ കഥാശ്രവണവർജിത ജഡസ്യ ശുഷ്കവംശസ്യ യത്ര ഗ്രന്ഥി വിവേദനം ചിത്രം കിമുലതാ ചിത്ര ഗ്രന്ഥി ഭേദ കഥാശ്രവാത് വിദ്യതേ ഹൃദയഗ്രന്ഥി ചിദ്യന്തേ സർവസംശയ ക്ഷീയന്തേ ചാസ്യ കർമാണി സപ്താഹശ്രവണേ കൃതേ. സപ്താഹശ്രവണം കൊണ്ട് എന്തൊക്കെ സാധിക്കും, എങ്ങനെയൊക്കെ സാധിക്കും എന്നാണ് ശ്ലോകം പറയുന്നത്. സംസാരകർദ്ധമാലേപ പ്രക്ഷാളനപടീയസി കഥാതീർത്ഥേ സ്ഥിതേ ചിത്തേ മുക്തിരേവ ബുധേ സ്മൃത ഏവം പ്രവൃത്തിതൈസ്തസ്മിൻ വിമാനം മാർഗമത്തത വൈകുണ്ഠവാസീഭിര്യുക്തം പ്രസ്ഫുരദീപ്തിമണ്ഡലം സർവേഷാം പശ്യതാം ബീജേ വിമാനം ദുന്ദുലീസുത. ദുന്ദുലിയുടെ സുതനായിട്ടുള്ള ആ ദുന്ദുകാരിക്ക് വിമാനത്തിൽ വന്ന് കൊണ്ടുപോവുകയാണ്. വിമാനേ വൈഷ്ണവാൻ വീക്ഷ്യ ഗോകർണോ വാക്യമബ്രവീത്. അത് കണ്ടിട്ട് ഗോകർണൻ ചോദിക്കുകയാണ്. ഗോകർണോ വാച അത്ര വൈ ഭഗവസ്തന്തി ശ്രോതാരൂപ നിർമ്മല ആനീതാനി വിമാനാനി ന തേഷാം യുഗപത്കുത ശ്രവണം സമഭാഗേന സർവേഷാം ഇഹ ദൃശ്യതേ ഫലഭേദകുതോ ജാത പ്രബ്രവന്തു ഹരിപ്രിയ. ആ ഹരി പ്രാർഷദന്മാരോട് ചോദിക്കുകയാണ്, ഇത്രയും ആൾക്കാർ ഇവിടെയുണ്ട്, മഹാത്മാക്കളായിട്ടുള്ള നിർമ്മലന്മാരായിട്ടുള്ളവർ, അവരൊക്കെ ഇതേപോലെ ഇവിടെ ശ്രവണം സമഭാഗ്യേന കേട്ടിട്ടുണ്ട്, അവർക്കൊന്നുമില്ലാത്ത ഈ ഫലഭേദം എന്താണ്, ഇതിനെന്താണ് കാര്യം, പറയൂ ഹരിപ്രിയ എന്ന് പറയും. അപ്പോൾ ഹരിദാസന്മാർ പറയുക, ഹരിദാസാവൂച്ചു ശ്രവണസ്യ വിഭേദേന ഫലഭേദോത്ര സംസ്ഥിത ശ്രവണം ദു കൃതം സർവൈ ന തഥാ മനനം കൃതം.
ആ കേൾക്കുന്നതിലുള്ള വ്യത്യാസമാണ്. ചിലർ ഉറങ്ങിക്കൊണ്ട് കേൾക്കും, ചിലർ ശ്രദ്ധയില്ലാതെ ഈ ചെവിയിൽ നിന്ന് കേട്ട് ആ ചെവിയിലൂടെ വീഴും. ചിലർ കേട്ടിട്ട് അതിലെന്താണ് കുറ്റമെന്ന് കണ്ടുപിടിക്കാൻ നിൽക്കും, തെറ്റായിട്ട് പാരായണം ചെയ്യുന്നുണ്ടോ എന്ന് നിൽക്കും. പക്ഷേ ചിലർ അത് കേട്ട ഉടനെ തൻ്റെ ഹൃദയത്തിലേക്ക് എടുത്ത് ആ ഹൃദയത്തിൽ വെച്ച് മനനം ചെയ്യും. അത് അങ്ങനെ ആ മനനം ചെയ്ത ആ അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചു എന്നാണ് പറയുന്നത്. ശ്രവണം തു കൃതം സർവേ ന തഥാ മനനം കൃതം ഫലഭേദം തദോ ജാതോ ഭജനാദഭിമാനദ സപ്തരാത്രമുപേക്ഷൈവ പ്രേതേന ശ്രവണം കൃതം മനനാദി തഥാ തേന സ്ഥിരചിത്തേ കൃതം വൃശം അദൃഢം ച ഹതം ജ്ഞാനം പ്രമാദേന കഥം ശ്രുതം സന്നിഗ്ധോ ഹി മധോ മന്ത്രോ വ്യഗ്രചിത്രോ ഹതോ ജപ അവൈഷ്ണവോ ഹതോ ദേശോ ഹൃദം ശ്രാതം അപാത്രകം അധമശ്രോത്രീനാനം അനാചാരം ഹതംകുലം വിശ്വാസോ ഗുരുവാക്യേഷു സ്വസ്മിൻ ദീനത്വഭാവന മനോദോഷജയശ്ചൈവ കഥയാമി നിശ്ചലാമതി ഏവമാദി ഹൃദം ചേതത് സ്യാത് തഥാ വൈ ശ്രവണേ ഫലം പുനഃശ്രവാന്തി സർവേഷാം വൈകുണ്ഠേ വസതി ധ്രുവം ഗോകർണത്തവ ഗോവിന്ദോ ഗോലോകം ദാസ്യതി സ്വയം ഏവം മുക്ത്വാ യേയുഃ സർവേ വൈകുണ്ഠം ഹരികീർത്തന ശ്രാവണ്യമാസി ഗോകർണ കഥാ മൃജേ തഥാ പുനഃ. ഗോകർണൻ വീണ്ടും സപ്താഹം നടത്തിയത്രേ എല്ലാവർക്കും മോക്ഷം ലഭിക്കാൻ. സപ്തരാത്രവധി പൂയ ശ്രവണം തേ കൃതഃ പുനഃ കഥാസമാപ്തോ യജ്ജാതം ശ്രൂയതാം തച്ഛ നാരദ. അല്ലയോ നാരദരെ, കേട്ടുകൊള്ളൂ എന്താണ് സംഭവിച്ചത്. വിമാനീ സഹഭക്തീശ ഹരിരാവിർബഭൂവഃ ജയശബ്ദാ നമഃശബ്ദ തത്രാസൻ ബഭവസ്തഥാ. ഓം ശ്രീകൃഷ്ണായ നമഃ. പാഞ്ചജന്യധുനിം ചക്രേ ഹർഷാതത്ര സ്വയം ഹരി ഗോകർണ്ണു സമാലിക്യ കരോത്സദൃശം ഹരി. ഭഗവാൻ തന്നെ അവിടെ പ്രത്യക്ഷപ്പെട്ട് എല്ലാവർക്കും മോക്ഷം നൽകിയത്. ശ്രോത്രൂനന്യാം ഘനശ്യാമാൻ പീതകൗശേയവാസസ കിരീടിന കുണ്ടലിനസ്തഥാ ചക്രേ കുണ്ടലിനസ്തഥാ ചക്രേ ഹരിക്ഷണാത് തദ്ഗ്രാമേ സ്ഥിതാ ജീവ ആശുച്ഛണ്ഡാളജാതയ വിമാനേ സ്ഥാപിതാസ്തേഭി ഗോകർണകൃപയാ തദാ പ്രേഷിതാ ഹരിലോകീതേ യത്ര ഗച്ഛന്തി യോഗിനാ ഗോകർണേന സ ഗോപാലോ ഗോലോകം ഗോപവല്ലഭം കഥാശ്രവണതം പ്രീതോ നിത്യയോ ഭക്തവത്സല അയോധ്യാവാസിനഃ പൂർവം യഥാ രാമേണ സംഗതാ തഥാ കൃഷ്ണേന തേ നീതാ ഗോലോകം യോഗി ദുർലഭം യത്ര സൂര്യസ്യ സോമസ്യ സിദ്ധാനാം ന ഗതി കഥാ ത്വം ലോകം ഹി ഗതാസ്തേതു ശ്രീമദ്ഭാഗവതശ്രവാത് ഭ്രൂമോത്ര കിം ഫലബൃന്ദമുജ്ജ്വലം സപ്താഹയജ്ഞേന കഥാസു സഞ്ചിതം കർണേന ഗോകർണ കഥാക്ഷരോ യേ പീതശ്ച ദേഹർഭഗതാ ന ഭൂയാ വാതാംബുപർണാശന ദേഹശോഷണേ തപോ വിരുഗ്രീശിരകാല സഞ്ചിതേ യോഗീശ്ച സംയാതിന താം ഗതിം വൈ സപ്താഹഗാഥാ ശ്രവണേന യാന്തിയാ ഇതിഹാസമിമം പുണ്യം ശാണ്ഡില്യോപി മുനീശ്വര പടതി ചിത്രകൂടസ്ഥോ ബ്രഹ്മാനന്ദ പരിപ്ലുതാ. ഓം തത്സത്. ആഖ്യാനമേതത് പരമം പവിത്രം ശ്രുതം സകൃദ്വൈ വിദഗേദഘൗഘം ഷാദീ പ്രയുക്തം പിതൃതൃപ്തിമാവഹേ നിത്യം സുപാഠാക പുനർഭവം ച. ഓം തത്സത്. ഇത് ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യേ ഗോകർണ മോക്ഷവർണ്ണനം നാമ പഞ്ചമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അങ്ങനെ ശ്രീമദ് മഹാഭാഗവതത്തിന്റെ മഹാത്മ്യം പറഞ്ഞു കൊടുത്തതിന് ശേഷം കുമാരന്മാർ എങ്ങനെയാണ് സപ്താഹം നടത്തേണ്ടത്, സപ്താഹത്തിന്റെ വിധി എന്തൊക്കെയാണ്, ഏത് മാസങ്ങളിലാണ് സപ്താഹം നടത്തുന്നത് നല്ലത്, സപ്താഹം നടത്തുന്ന ആചാര്യനെ നാരദർക്കും അവിടെയുള്ളവർക്ക് അത്രയുമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് അടുത്ത അധ്യായം, 6-ാമത്തെ അധ്യായം. ഇതുകൊണ്ട് വേഗത്തിൽ പാരായണം ചെയ്ത് ബാക്കി അനുസ്മരണം നാളെ ചെയ്യാം. ഇന്ന് ഈ ശ്രീമദ് മഹാഭാഗവതത്തിൻ്റെ മഹാത്മ്യത്തിലെ 6-ാമത്തെ അധ്യായം കൂടി പാരായണം ചെയ്ത് അത് ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യ ഷഷ്ടോധ്യായ. കുമാരാവൂചു അതദേശം പ്രവക്ഷ്യാമ സപ്താഹശ്രവണേ വിധിം സഹായേ വസുഭിശ്ചൈവ പ്രായസ്സാദ്യോ വിധി സ്മൃതാ.
देवज्ञं समाभूय मुहूर्तं वृच्छायत्तदा विवाहे यादृशं वित्तं तादृशं परिकल्पयेत् मासानं प्रगेयानि तानि त्याजानि सर्वदा सहायार्थं तत्र कर्तव्यास्तोद्यमाश्चये देशे देशे यदा सेयं वार्ता प्रेक्ष्यावेत्तदा भविष्यति कथा जात्रा आगन्तव्यं कुटुम्बिभिः दूरे हरिकदाते दूराचाञ्चलकीर्तना तेषां बोधो यदो भवेत् देशे देशे विदग्धाय ये वैष्णवाक्कीर्तनोत्सुका तेषैव पत्रं प्रेष्यं च तल्लेखनकिमी विदीरितम् सदा समाजो बहुधा धृतराष्ट्रं सुदुर्लभा अपूर्वरसरूपैव कथा छात्र भविष्यति श्रीभागवतपीयूषपानाय रसदम्बडा भवन्तः तदा शीघ्रमायातत्प्रेमतत्परा नावकाशकदाचिच्चे दिनमात्रं ददाति तु सर्वदा गमनं कार्यं क्षणोत्रैव सुदुर्लभा एवमाकारणं तेषां कर्तव्यं विनयेन च आगन्तुकानां सर्वेषां वासस्थानानि कल्पयेत् तीर्थे वा विवने वा विविधे वा श्रवणमदं विशालवता यत्र कर्तव्यगतस्थलं शोधनं मार्जनं भूमे लेपनं दागुमण्डलं मृगोपस्करमुद्धृत्य बृहत्कोणे निवेशयेत् सर्वपञ्चाहतो यत्नो नास्ति गुणानि प्रमेणयत् कर्तव्यो मण्डपप्रोच्चे काजलीशण्डमण्डिता लवुत्पदले विश्वं विदानेन विराजिता तदन्तिषुदजारावो बहुसम्पत्तिराजिता ऊर्ध्वं सप्तैव लोकाश्च कल्पनीया सविस्तरं तेषु विप्रा विदग्धाश्च स्थापनीया प्रबोध्य च पूर्वं तेषामासनानि कर्तव्यानि वक्तुश्चादिव्यामासनं परिकल्पयेत् उदमुखो भवेद्दग्धस्वता वै पामुखस्तदा पामुखस्य भवेद्दग्धस्वता चोदमुखस्तदा अथवा पूर्वदिक्ञेय पूज्यपूजकमर्दिता शोत्रूणामागमे प्रोक्ता देशकालादितो विधैः विरक्तो वैष्णवो विप्रो वेदशास्त्रविशुद्धिकृत् दृष्टान्तकुशलो धीरो वक्ता गायो दिनस्पृहम् अनेकधामविभ्रान्तस्त्रिणां पाखण्डवादिना सुवेशातगतोच्चारे त्याजत्येति पण्डिता वक्तुभाषे सहायार्थं मन्यस्थाने प्रभाविता पण्डितसंशयश्चेता लोकबोधनतत्परा मित्राक्षरं कर्तव्यं येना दर्भाप्रदाप्ते करुणोदयसौदर्वानिवृत्तस्य शौचंस्नानं समाचरेत् नित्यं संसेवनकृत्वा सध्यान्तं संश्रयेत्तदा कदा विघ्नविघ्नदाय गणनात् सत्ये सत्ये च कैलासे वैकुण्ठे नास्ति यन्दसा अदप्यबन्धु सद्भाग्या मामुञ्चत कर्किचित् सुहृदौवाच एवं ब्रुवाणे सति पादरायणो मध्ये सभायां मलिना विलासे प्रह्लादयुद्धवा अर्जुनादिभिर्हृदस्लर्षयस्तमपूजेच्छतान् दुर्गा प्रसन्नं अवदासने हरित्यजक्तिदे कीर्तनमग्रतस्तदा भो भवन्यागमसा कमलासनस्तु तत्रागमकीर्तनदर्शनाय प्रह्लादस्थानधारी तरलगदिदया चोदवत्कंस्यधारी वीणाधारी सुरश्री स्वरकुशलदया रागकर्तार्जुनो भूत् इन्द्रो वादी मृदङ्गं जय जय सुगरा कीर्तने ते कुमारा यत्राग्रे भावभक्ता सरसरजनया व्यासपुत्रो बभूव सर्वत्र गोविन्दनाम संकीर्तनं गोविन्द गोविन्द ॐ नमो भगवते वासुदेवाय ॐ ശ്രീകൃഷ്ണ പരമാത്മനെ മംഗളസ്തോത്രവും ചെയ്തിട്ട് ഇന്നത്തെ ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം ഭഗവാന്റെ തൃക്കാൽക്കൽ കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കാം. സമയം വൈകിയതിനാൽ അനിയുള്ള അനുസ്മരണം നാളെ ചെയ്യാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിഷ്ണു ഭുജംഗ പ്രയാണം. ഓം തത്സത് ഇദം ശംഭോ ഓം ശ്രീകൃഷ്ണായ നമഃ. ശങ്കരാചാര്യ രചിത ശ്രീ വിഷ്ണു ഭുജംഗ പ്രയാണം. ഓം തത്സത് ഇദം ശംഭോ നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരം കാരഗമ്യം ഗുണാതീതമവ്യക്തമേകം തുരീയം പരം ബ്രഹ്മയം വേദ തസ്മൈ നമസ്തേ. വിശുദ്ധം ശിവം ശാന്തമാദ്യന്തശൂന്യം ജഗജ്ജീവനം ജ്യോതിരാനന്ദരൂപം അതിദേശകാലം വ്യവച്ഛേദനീയം ത്രൈവക്തിയം വേദ തസ്മൈ നമസ്തേ. മഹായോഗപീഠേ
ധരണ്യാദിതത്വാത്മകേ ശക്തിയുക്തേ ഗുണാഹങ്കരീന്ദഗ്നിബിംബേന്ദു മധ്യേ സമാസീനമോ കർണികേട്ടാക്ഷരാബ്ജേ സമാനോദിതാനേക സൂര്യേന്ദുകൂടി പ്രഭാപൂരതുല്യതുതിർനിരീക്ഷ്യം നശീതം ന ചോഷ്ണം സുവർണാവതാതം പ്രസന്നം സദാനന്ദ സംവിൽ സ്വരൂപം സുനാസാംബുദം സുന്ദരഭ്രൂലലാടം കിരീടോജിനാകുഞ്ചിതാനി സുരൽപുണ്ടരീകാഭിരാമായ ദാക്ഷം സമുൽപുല്ലരത്നപ്രസൂനാവദംസം രസൽകുണ്ടലാവൃഷ്ടഗണ്ഡസ്ഥലാന്തം ജപാരാഗചോരാകരം ചാരുവാസം അളിന്യാകുലാമൂലി മന്ദാരമാനം മഹോരസ്ഫുരൽ കൗസ്തുഭോതാരഹാരം സുരത്നാംഗതീരുണ്ണിതം ബാഹുദണ്ഡൈ ചതുർവിഞ്ചലം ഗണാലം ഹൃദാഗ്നൈ ഉദാരോദരാലം പീതവസ്ത്രം പദദ്വന്ദ്വനിർദൂതപദ്മാഭിരാമം സ്വഭക്തേഷു സന്ദർശിതാകാരമേവം സദാ ഭാവയൻ സന്നിരുദ്രേന്ദ്രിയാശാം ദുരാവം നരോയാതി സംസാരഭാരം പരസ്മൈ പരേഭ്യോऽപി തസ്മൈ നമസ്തേ ശ്രിയാശാകമുദ്വദ്യുതിസ്നിഗ്ധകാന്ത്യാ ധരണ്യാ ചതുർമാതവശ്യാമളാംഗ്യാ കളത്രദ്വയേനാമുനാഘോഷിതായ ത്രിലോകീകൃതസ്ഥാന വിഷ്ണോ നമസ്തേ ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യന്തരം സദ്മവൃത്യം ഭുവഞ്ച സമസ്തം പരിത്യജ്യ കഷ്ടമേകോ ഗമിഷ്യാമി ദുഃഖേന ദൂരം കിലാഹം ജനേയം പിശാചീവഃ ജീവിതോ മേ മൃജാമസ്തി രക്തം ച മാംസം ബലം ച അഹോ ദേവ സീതാമി ദീനാനുകമ്പിം കിമദ്യാഭിഹന്തയോദാസിതവ്യം കപവ്യാഹതോഷ്ണാപണശ്വാസവേഗ വേദാ വിസ്ഫുരൽ സർവമർമാസ്തി ബന്ധ വിജിജ്ഞാഹമത്യാമസത്യാമവസ്ഥ ബഭേമി പ്രഭോ കിം കരോമി പ്രസീദ ലഭന്യച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു മുരാരേ ഹരേ നാഥ നാരായണേതി യദാനുസ്മരിഷ്യാമി ഭക്ത്യാപവന്തം തഥാ മേ ദയാശീലദേവ പ്രസീദ കൃപാലോ ഹരേ കേശവാശേഷഹേതോ ജഗന്നാഥ നാരായണാനന്ദ വിഷ്ണു നമസ്തുഭ്യമിത്യാലബന്ധം മുദാമ കുരു ശ്രീപദേ തുൽപദാംബോജഭക്തം നമോ വിഷ്ണവേ വാസുദേവായ തുഭ്യം നമോ നാരസിംഹായ ശേഷായ തുഭ്യം നമഃകാരരൂപായ സംഹാരകർത്രേ നമസ്തേ വരാഹായ ഭൂയോ നമസ്തേ 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 ജഗന്നാഥ വിഷ്ണു നമസ്തേ നമസ്തേ ഗദാചക്രപാണി നമസ്തേ നമസ്തേ പ്രപന്നാപ്തികാരി സമസ്താപരാധം ചമസ്വാഖിലേശ മുഖേ മന്ദഹാസം നഗേ ചന്ദ്രഭാസം കരേ ചാരുചക്രം ഭുജംഗേ ശയാനം ഭജേ പത്മനാഭം ഹരേരന്യദൈവം നമന്യേ നമന്യേ ഭുജംഗപ്രയാണം പഠേതിസ്തു ഭക്ത്യാ സമാധായ ചിത്തേ ഭവന്തം മുരാരേ സമോഹം വിഹായായുഷ്മൽ പ്രസാദ സമാസിത്യ യോഗം വ്രജത്യച്യുതം ത്വാം സമാസിത്യ യോഗം വ്രജത്യച്യുതം ത്വാം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു സ്തുതിയുണ്ട്. ഏതോ കാലത്ത് ആരോ എഴുതി വെച്ചതാണ്. ഒരു പ്രായമുള്ള കേരളക്കരയിൽ ഉത്തരാഗ്രഭൂമി കോലഭൂപരുടെ തോഴനായി കൃഷ്ണഗാഥ വിരചിച്ച വിപ്രകവി താമസിച്ചൊരു ചിറക്കലിൽ പാലഭൂതിലകമായി മേവിടുന്നൊരു ദേശമായ കടലായി മേവിടുന്ന നവനീത കൃഷ്ണ പരിപാഹി മാം ഭുവനരക്ഷക മേവിടുന്ന നവനീത കൃഷ്ണ പരിപാഹി മാം ഭുവനരക്ഷക. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ നമോ. ശ്രീകൃഷ്ണമംഗളം. മംഗളം മഞ്ജുളം കൃഷ്ണ പാദ
മംഗല്യദായകം കൃഷ്ണപാദാംബുജം സങ്കടനാശനം കൃഷ്ണപാദാംബുജം സന്തോഷദായകം കൃഷ്ണപാദാംബുജം ദുഷ്ടവിനാശനം കൃഷ്ണപാദാംബുജം ശിഷ്ടജനപ്രിയം കൃഷ്ണപാദാംബുജം മുക്തിപ്രദായകം കൃഷ്ണപാദാംബുജം ശക്തിപ്രദായകം കൃഷ്ണപാദാംബുജം സന്മയം ചിന്മയം കൃഷ്ണപാദാംബുജം കൽമഷനാശനം കൃഷ്ണപാദാംബുജം നിഷ്കളം നിസ്തൂലം കൃഷ്ണപാദാംബുജം നിത്യവിരാമയം കൃഷ്ണപാദാംബുജം ആനന്ദദായകം കൃഷ്ണപാദാംബുജം ആകുലനാശനം കൃഷ്ണപാദാംബുജം മോദപ്രദായകം കൃഷ്ണപാദാംബുജം മോഹവിനാശനം കൃഷ്ണപാദാംബുജം ശ്രീഗുരുവായൂർപൂരേശപാദാംബുജം ശ്രീടുന്നൊരാ ദിവ്യപാദാംബുജം ശ്രീകടനായി ശ്രീ കൃഷ്ണപാദാംബുജം ശ്രീടുന്നൊരാ ദിവ്യപാദാംബുജം നിത്യം നമിക്കുക നിത്യം ഭജിക്കുക നിത്യം സ്തുതിക്കുക കൃഷ്ണപാദാംബുജം നിത്യം നമിക്കുക നിത്യം ഭജിക്കുക നിത്യം സ്തുതിക്കുക കൃഷ്ണപാദാംബുജം മംഗളം മഞ്ജുളം കൃഷ്ണപാദാംബുജം മംഗല്യദായകം കൃഷ്ണപാദാംബുജം 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 ഓം സർവത്ര ഗോവിന്ദനാമസ്മി നാരായണായേതി സമർപ്പയാമി സർവം നാരായണായേതി സമർപ്പയാമി സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹീ മഹീശ ഗോബ്രാഹ്മണേഭ്യः ശുഭമസ്തു നിത്യം ലോകാः സമസ്താः സുഖിനോ ഭവന്തു ലോകാः സമസ്താः സുഖിനോ ഭവന്തു ലോകാः സമസ്താः സുഖിനോ ഭവന്തു ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ ഓം ശാന്തി 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 ഓം തത്സത് വിദക്ഷരം പദപൃഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന രക്ഷ രക്ഷ മഹീശ്വര രക്ഷ രക്ഷ മഹീശ്വരീ ഓം തത്സത് ചരണമത ജനഭരണ തവ കഥ കഴിഞ്ഞു ഞാൻ ചുറ്റും വിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസ്സി സകലമത് കൃപയോട് പൊറുത്തുമാ തൊൽഭക്തനാകാനനുഗ്രഹിക്കണമേ തൊൽഭക്തരാകാനനുഗ്രഹിക്കണമേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇന്നത്തെ പാരായണം ഭഗവാന്റെ തൃക്കാലത്ത് നമുക്ക് കർപ്പൂര ദീപത്തോടെ ശരണം
ഓം നമോ ഭഗവതേ വാസുദേവായ